ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് റൂയതഹു, റസൂലുള്ളാഹിനെ കാണണമെന്ന്. ഹാഹുന, ഈ ദുനിയാവിൽ വെച്ചിട്ടും, വഹുനാക, നാളെ ആഖിറത്തിൽ വെച്ചും റസൂലുള്ളാഹിനെ കാണണം. അതിനാണ് നമ്മൾ സാഹിത്യോത്സവം എന്ന പേരിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാനാണ്, ഹബീബായ തങ്ങളെ മദ്ഹ് പറയാനാണ് ഈ പരിപാടി വെച്ചത്. അതാണ് പറയുന്നത്, നർജു നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, നർജു റുയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, സ്വല്ലി സല്ലിം അലൈഹി ഫിദാക, സ്വല്ലി യാ റബ്ബനാ സല്ലിം അന്നാ അലാ ത്വഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം, മുത്ത് അല്ലാഹു തആല റാഹത്താക്കട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ പറ്റി പറയുമ്പോൾ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ഒരു സൂറത്തിറങ്ങി. എന്താണ് ആ സൂറത്ത് എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ മേൽ ഒരു സൂറത്തിറങ്ങി. ഏതാണ് ആ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് നിങ്ങൾക്ക് അറിയോ, കാണാതെ അറിയോ? മക്കളെ, ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്, കാണാതെ അറിയുന്നവരാണെന്ന് ഓതി നോക്കി എല്ലാ മക്കളും എല്ലാവരും ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إذا جاء نصر الله, അള്ളാന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, മക്കം ഫത്ഹ് വന്നാൽ, മക്ക രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ അധീരതയിൽ വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, മക്കയുടെ അധികാരം റസൂലുള്ളാഹിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഹബീബായ തങ്ങൾക്ക് ഹിജറയുടെ 8ാമത്തെ വർഷത്തിൽ മക്കയുടെ അധികാരം ഹബീബായ തങ്ങളെ കയ്യിൽ വന്നു കഴിഞ്ഞു. അതിന്റെ മുമ്പ് ബദറും ഉഹദും ഖന്തഖും പല യുദ്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മക്കക്കാരനാണ്, മക്കയിൽ ജനിച്ചു വളർന്ന നല്ല തറവാട്ടുകാരനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മുന്തിയ തറവാട്ടുകാരനാണ്. ആ ഹബീബായ തങ്ങൾ നാട് വിട്ട് അന്യനാട്ടിലേക്ക് മക്കയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ വടക്കുഭാഗത്തേക്ക് മദീനത്തേക്ക് റസൂലുള്ളാഹ് പോകേണ്ടി വന്നു. അള്ളാന്റെ കൽപ്പന പ്രകാരം പോയി. ഇങ്ങോട്ട് നോക്കുവാനെ, അങ്ങനെ അള്ളാന്റെ റസൂല് 500 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനത്തേക്ക് പോയി. റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് നേരത്തെ പോയി. ഹഖാനകോനമറാൽ മക്കാവ് ബിട്ട് നബി പക്കാ മദീന തണവായ്, ഹറദുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ. ഹഖാനകോനമറാൽ മക്കാവ് ബിട്ട് നബി പക്ക മദീന തണവായ്. അള്ളാന്റെ റസൂല് മദീനത്തേക്ക് പോകേണ്ടി വന്നു. അള്ളാന്റെ റസൂല് അന്യനാട്ടിലേക്ക് പോകേണ്ടി വന്നു. മുഹമ്മദ് മുസ്തഫ എന്താ സ്വലാത്ത് അല്ലാത്ത? സ്വലാത്ത് ചൊല്ലി മോനെ, എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങളെ, സ്വലാത്ത് ചൊല്ലിക്കോ. നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും മരണപ്പെട്ടവർക്ക് അതിന്റെ സവാബ് കിട്ടും. നമ്മൾ ദുആർന്നാലും ദുആർന്നില്ലെങ്കിലും സ്വലാത്ത് അത് സ്വീകരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സ് കബൂലാക്കണേ റഹ്മാനെ. ഇവിടത്തെ ദുആക്കും എവിടത്തെ ദുആക്കും ഉത്തരം നൽകണേ റഹ്മാനെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്യനാട്ടിലേക്ക് പോകേണ്ടി വന്നു.
ആ നാട്ടുകാർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. കരുണത്തർ ഹബീബുല്ലാഹ് ദുരതന്തേ മലിക് താൻ ഖാതിമു റസൂലാനെ നബി നിറങ്കിൽ നമ്മതിൽ കാമാൻ നിലമീമില്ല സോമന ഭൂമിയിൽ നാമിടയിൽ വരുത്തി കാട്ടൂൽ നമ്മെ സകലവും മികതിരിൽ പുകിയുമെ പല ഒളിയാ. മദീനത്ത് വല്ലാത്ത സ്വീകരണമാണ് അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായത്. അങ്ങനെ റസൂലുള്ള മദീനയിൽ താമസിക്കുമ്പോഴാണ് ബദർ യുദ്ധം ഉണ്ടായത്. മദീനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക്, മദീനയിൽ നിന്ന് മക്കത്തേക്ക് വരുന്ന വഴിയിൽ, അത് വടക്കാണ് ഇത് തെക്കാണ്, ഞാൻ ചൂണ്ടുന്ന ഇഷാറത്ത് ശരിക്കും ശരിയാണെന്ന് എനിക്കറിയാം. ആ വടക്ക് ഭാഗമാകുന്ന മദീനയിൽ നിന്ന് തെക്ക് ഭാഗമാകുന്ന മക്കയുടെ ഭാഗത്തേക്ക് റസൂലുള്ള പോകേണ്ടി വന്നു. എന്താ കാരണം? തെക്ക് ഭാഗത്തുള്ള മക്കയിൽ നിന്ന് ശത്രുക്കൾ വന്നു. ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് യുദ്ധം നടന്നു. ബട്ടബീറുടെ പേരൂരൈ ആകാ അത് കഥനം ചെയ്തവൻ തന്റെ ആഹ് എണ്ടും ഉലമാക്കൾ ബിണ്ടേ. ബദർ യുദ്ധം നടന്നു. എന്താ ബദറിലുണ്ടായത്? 1000-ഓളം വരുന്ന ശത്രുക്കൾ, സർവായുധ വിഭൂഷിതരായ ശത്രുക്കൾ വന്നു ബദറിലേക്ക്. ഹബീബായ തങ്ങളെ സ്വഹാബികൾ 300 ചില്ലുവാനം വരുന്ന സ്വഹാബികളാണ് ബദറിലുണ്ടായത്. ആ ബദരീങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് മോനെ? ബദരീങ്ങളെ കയ്യിലുള്ളത് വെറും 5 കുതിരയാണ്. മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ. അതാ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ആൾക്കാർ വന്നത്. അവർക്ക് ഉണ്ടായ വാഹനം ആകെ 5 കുതിരയാണ്, 70 ഒട്ടകമാണ്. ഉള്ള ഒട്ടകത്തിന്റെ പുറത്തുള്ള ആൾക്കാർ ഒരാൾ കയറും, കുറച്ചങ്ങോട്ട് പോകും, ഇറങ്ങും, അടുത്താളോട് കയറാൻ പറയും, കുറച്ചങ്ങോട്ട് പോകും, ഇറങ്ങും, മൂന്നാമത്തവനോട് കയറാൻ പറയും. എന്ന് പറഞ്ഞാൽ അധിക സ്വഹാബത്തും നടന്നിട്ട് വന്നതാണ്. ബദരീങ്ങളും നടന്നിട്ട് വന്നവരാണ്. അങ്ങനെ തന്നെ. പക്ഷേ അവർക്ക് ഈമാനുണ്ടായത് കൊണ്ട് അല്ലാഹു തആല അവരെ സഹായിച്ചതാണ്. നിങ്ങൾ ചിന്തിക്കണം, ബദരീങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിരായുധരാണ്. അവരെ കയ്യിൽ ആയുധങ്ങളില്ല എന്ന് മാത്രല്ല, കഴിക്കാൻ ഭക്ഷണമില്ല. 16 ദിവസം നോമ്പെടുത്തിട്ട്, നോമ്പെടുക്കൽ എങ്ങനെ? ഒരു ഈത്തപ്പഴം. ഇങ്ങോട്ട് നോക്കി എല്ലാവരും. അദ്ദേഹം നേരം വെളുത്താലും അദ്ദേഹത്തിന് കാണും, എന്നെ കാണണമെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് അങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ബദരീങ്ങള് ഒരീത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന്, ഒരീത്തപ്പഴം കൊണ്ട് അത്താഴം കഴിച്ച്, പച്ചവെള്ളം കൊണ്ട് നേരം പൊക്കോളം കുടിച്ച്, അങ്ങനെ നോമ്പെടുത്ത ബഹുമാനപ്പെട്ട ബദരീങ്ങൾ അല്ലാഹു തആല ബദരീങ്ങളെ സഹായിച്ചു. ആയുധത്തിന്റെ പവറല്ല, ശക്തി കൊണ്ടല്ല, ആഫിയത്ത് കൊണ്ടല്ല, ഞാനത് പരത്തി പറയല്ല. അങ്ങനെ ഉഹുദും അങ്ങനെ തന്നെ. ഉഹുദില് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തോറ്റുതൊന്നും അങ്ങനെ പറഞ്ഞുകൂടാ. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാകണമെന്ന് പൂതി വെച്ച് ദുആർന്ന് വന്നതാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്. ഖന്തഖിലും സ്വഹാബത്ത് വിജയിച്ചു, എല്ലാ സംഭവങ്ങളും ഉണ്ടായി. അവസാനം ഹിജ്റയുടെ 8-ാം കൊല്ലം, അതായത് നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ 8-ാം കൊല്ലം. എങ്ങനെ? മക്കയിൽ നിന്ന് റസൂലുള്ളാഹി മദീനത്തേക്ക് പോയതിന്റെ എത്രാം വർഷം? 8-ാം വർഷം. 8-ാമത്തെ കൊല്ലമായപ്പോഴാണ് 10,000 സ്വഹാബത്തിന്റെ കൂടെ നേതൃത്വം നൽകിക്കൊണ്ടിട്ട് ഹബീബായ തങ്ങൾ മക്കത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? മക്കം ഫത്ഹിന് വേണ്ടി. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളെയും കൊല്ലരുത്. നമ്മൾ മക്ക, നമ്മുടെ കൈ വെള്ളയിൽ വരാൻ പോവാണ്. ഹബീബായ തങ്ങളെ കൈവെള്ളയിൽ മക്ക രാജ്യം വരാൻ പോവാണ്. പക്ഷേ റസൂലുള്ളാഹി പറയാണ്, ഒരാളെയും കൊല്ലാനല്ല നമ്മൾ പോകുന്നത്, ഒരാളെയും ആക്രമിക്കാനല്ല പോകുന്നത്. മക്ക ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ.
അതെ, ഈ ഭൂമിന്റെ മുകളിൽ ആദ്യമായി അല്ലാഹു തആലാക്ക് മാത്രം ഇബാദത്ത് എടുക്കാൻ ആദ്യമായി ഉണ്ടാക്കിയ പരിശുദ്ധമായ ഭവനം, പരിശുദ്ധമായ വീട് അതേതാണ്? മക്കയിലെ കഅബയാണ്. ആ കഅബയിൽ കുറെ കാലങ്ങളായി ലാത്ത ഉസ്സ ദൈവങ്ങളെ പൂവിട്ട് പൂജിക്കുകയാണ്. ആ കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ശിർക്ക് നടക്കുകയാണ്. അവിടുത്തെ ശിർക്കിനെ മുഴുവനും തച്ചുടച്ചിട്ട് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ കഅബാലയത്തിനെ ഉണ്ടാക്കിയത്, കഅബാലയത്തിന് ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? ബനാ ബൈത റബ്ബിൽ അർശി അശ്റുൻ ഫഖുദുഹും മലായികത്തുല്ലാഹ്. അവരാണ് ഫസ്റ്റ് ആയി ഉണ്ടാക്കിയത്. ആര്? മലക്കുകള്. ഫസ്റ്റ് ഇംപ്രഷൻ, ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അങ്ങനെ സൈൻ ഉസ്താദ്, അതിന്റെ അർത്ഥം എന്താ? അങ്ങനത്തെ ഉസ്താദ്മാരോട് ചോദിക്കണത്. എനിക്ക് കൂടുതൽ അറിയൂല. ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ഇംഗ്ലീഷൊക്കെ നന്നായി അറിയുന്നവരാണ്. അതാണ് SSF-ലൂടെ കിട്ടിയ ഗുണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റസൂലുള്ള പഠിപ്പിച്ച ഹദീസിനെ മഹാന്മാര് ബൈത്താക്കിയാണ്, പദ്യമാക്കിയാണ്. ബനാ ബൈത റബ്ബിൽ അർശി അശ്റുൻ ഫഖുദുഹും മലായികത്തുല്ലാഹിൽ കിറാമു ഫആദമു. കഅബത്തിനെ ആദ്യം ഉണ്ടാക്കിയത് ആരാ? മലായികത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകളാ. ആ കഅബ കാണാൻ പൂതി വെച്ചവരല്ലേ മുസ്ലിമീങ്ങൾ മുഴുവനും. പടച്ച റബ്ബേ, ഞങ്ങൾ പോയതൊക്കെ, ഹജ്ജിന് പോയതൊക്കെ, ഉംറക്ക് പോയതൊക്കെ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ പറ. പോയവർക്കും പോകാത്തവർക്കും ഇനിയും പോകാൻ മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാലത്ത് കഅബത്തങ്ങ പോകലില്ല. ഹജ്ജിന് പോകൽ വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. അന്നിങ്ങനെ കിനാബ് കാണലാണ് കഅബത്തിനെ പറ്റി അല്ലേ? എന്നിട്ട് ഇങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയതാ. എന്തെന്നറിയോ? ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാബ് കണ്ട്. എന്റെ ചെറുപ്പത്തിലുള്ളൊരു പാട്ടാണ്, അറിയുന്നവരെന്ന് പാടിയും പൊന്നാര ചങ്ങായിമാരെ. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാബ് കണ്ട്, ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട്, ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. അങ്ങനെ മോഹവും ദാഹവും കിനാവ് കണ്ട് ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്. കിനാവ് കാണാനേ പഴയ കാലത്തൊക്കെ അതിന് കഴിയാറുള്ളൂ, പോകാൻ കഴിയാറില്ല. ഇന്നങ്ങനല്ലെന്ന് മാറിപ്പോയി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനിയും മക്കത്ത് പോകാൻ, മഖബൂലായ ഹജ്ജിന് ഉംറക്ക് പോകാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് എന്തായാലും തൗഫീഖ് നൽകണേ റഹ്മാനെ. പെട്ടെന്ന് അവന്റെ ഉമ്മാന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, ബാപ്പാന്റെ ഉമ്മാന്റെ കൂടെ മഖബൂലായ മബ്റൂറായ ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞാൻ കുട്ടികളോടൊക്കെ മുമ്പ് വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഒറ്റ കുട്ടി മാത്രമാണ് വന്നിരുന്നത്. അതുകൊണ്ട് എനിക്കും വേണ്ടി ഇത് വേറെന്നാണ്. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിക്ക് വന്നിരുന്നോളി മക്കളെ. എല്ലാവരും ആ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഫ്രണ്ടിക്ക് വന്നിരുന്നോളി. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പൊ എന്താ നമ്മള് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് മക്കയെ അല്ലാഹു നിർമ്മിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് മദീനയെ പടച്ചത്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് സ്വർഗം പടച്ചത്. അല്ലാഹുവിന്റെ റസൂലിനാണ്, റസൂലുള്ളാഹിക്ക് വേണ്ടി മാത്രമാണ് സൗരയൂഥങ്ങളെ പടച്ചത്, ഗാലക്സികളെ പടച്ചത്, ബുധനെ പടച്ചത്, യുറാനസിനെ പടച്ചത്, നെപ്റ്റ്യൂണിനെ പടച്ചത്, പ്ലൂട്ടോയെ പടച്ചത്, അതിന്റെ അപ്പുറത്ത് ഗാലക്സികളെ പടച്ചത്. ഇനി ശാസ്ത്രത്തിന് ഇതുവരെ കാണാൻ പറ്റാത്ത വല്ലതുണ്ടോ? അതൊക്കെ അല്ല പടച്ചത്. ആർക്ക് വേണ്ടിയാണ്? ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു. ചൊല്ല് ചൊല്ല്, അറിയുന്ന ഒരു ചൊല്ല്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. മൗലായ, ഉറക്കനെ ചൊല്ല് മോനെ. മൗലായ സ്വല്ലി വസല്ലിം
على حبيبك خير الخلق كلهم. റസൂലുള്ള സ്വകാര്യമായിട്ട് പറഞ്ഞു, വളരെ സീക്രട്ടായിട്ട് ഒന്ന് രണ്ടാളോട് പറഞ്ഞു, മക്ക നമ്മളെ കയ്യിൽ വരാൻ പോവാണ്, ഇസ്ലാമിന്റെ അധീനതയിൽ വരാൻ പോവാൻ, ലാത്ത ഉസ്സ ദൈവങ്ങളെ തലയ്ക്ക് പൊട്ടിച്ചിട്ട് വലിച്ചെറിയാൻ പോവാൻ, അവിടെ തൗഹീദിന്റെ പതാക പറക്കാൻ പോവാൻ. വലിയ ചരിത്രമാണ്. റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയുമ്പോഴൊക്കെ പറയണം. എന്നിട്ടോ ആ സമയത്ത് ഒരു സ്വകാര്യം ഉണ്ടായി. ഒരു സ്വഹാബി, മദീനയിൽ താമസിക്കുന്ന ഒരു സ്വഹാബി, അതായത് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയൊരു സ്വഹാബി. ആ സ്വഹാബിന്റെ പേരെന്താ മോമിനീങ്ങളെ? മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയവർ, അവരെ പേരാണ് മുഹാജിറുകൾ. എന്ത്? മുഹാജിറുകൾ. ആ മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അവര് ഹാത്തിബ്. അവരെ പേര് ഹാത്തിബാണ്. ഹാത്തിബ് നല്ല പേരിടൽ നല്ലതാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. ആ ഹാത്തിബ് എന്ന ആ സ്വഹാബി ചെറിയൊരു അബദ്ധം മഹാനവറുകൾക്ക് സംഭവിച്ചു പോയി. ഏതായാലും റസൂലുള്ളാഹിയുടെ റസൂലുള്ളാഹിന്റെ സ്വകാര്യം എങ്ങനെയോ മണത്തറിഞ്ഞു ഹാത്തിബ്. എന്ത്? റസൂലുള്ള മാർച്ച് ചെയ്യുന്നുണ്ട് മക്കത്തേക്ക്. നോക്കണേ, റസൂലുള്ള മക്കത്തേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്, പുറപ്പെടുന്നുണ്ട്, മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോകുന്നുണ്ട്. അത് റസൂലുള്ളാഹിയുടെ സ്വകാര്യം ചോർത്തുന്ന ഒരു കത്തെഴുതി ഹാത്തിബ് ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുത്തയച്ചു മക്കത്തേക്ക്. എന്തിനാ കൊടുത്തയച്ചത്? എന്റെ സ്വത്തുക്കൾ അവിടെ ഉണ്ട്, ആ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടരുത്. ആ സ്വത്തിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്റെ കുടുംബക്കാരായ അവിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്. എന്റെ കുടുംബക്കാരായ മുശ്രിക്കുകൾ അള്ളാന്റെ റസൂല് മക്കം ഫത്ഹിന് വേണ്ടി മക്കത്തേക്ക് പോകുമ്പോ റസൂലുള്ളാഹിനെ എതിർക്കാൻ നിന്നാൽ എന്റെ കുടുംബക്കാരായ മുശ്രിക്കുകളും പരാജയപ്പെടും. മുശ്രിക്കുകൾ അവരുടെ സംരക്ഷണത്തിലുള്ള എന്റെ സ്വത്തും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്റെ സ്വത്തിന് നഷ്ടം വരാൻ പാടില്ല. എന്റെ കുടുംബക്കാർ റസൂലുള്ളാഹിനോട് എതിർക്കുന്നവരാകാനും പാടില്ല എന്നുദ്ദേശിച്ചുകൊണ്ട് കത്ത് കൊടുത്തയച്ചു. നല്ല ഉദ്ദേശമാണ് മൂപ്പര ഉദ്ദേശം. പക്ഷേ അതിലൊരു അപകടം ഉണ്ടായിരുന്നു. എന്താ അപകടം? റസൂലുള്ളാഹിയുടെ സ്വകാര്യം ചോർത്തുന്ന കത്താണ്. ബഹുമാനപ്പെട്ട ഹാഫിളുദ്ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളെ ഫത്ഹുൽ ബാരിയിൽ ആ കത്ത് കൊണ്ടുപോയ പെണ്ണിന്റെ പേര് പറയുന്നുണ്ട്. മിർഖാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന കിതാബിൽ ആ കത്ത് കൊണ്ടുപോയ പെണ്ണിന്റെ പേര് പറയുന്നുണ്ട്. എന്താണ് പേര് എന്നറിയുമോ? സാറ എന്നാണ്. ആ കത്ത് കൊണ്ടുപോയ പോസ്റ്റ്മാൻ ഒരു പെണ്ണാണ്. ഏതായാലും ആ കത്ത് അവിടെ എത്തിയില്ല. അതിന്റെ മുമ്പ് തന്നെ അലിയാർ തങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവന്ന് കത്ത് മക്കത്തെത്തിയില്ല. ചുരുക്കി പറയാം, ഫത്ഹ് മക്ക നടന്നു. ഫത്ഹ് മക്കയ്ക്ക് വേണ്ടി ഓരോ റസൂലുള്ള മക്കത്തേക്ക് അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് ഓരോ സ്വഹാബത്തിനെ ഓരോ സെക്ഷനായി തിരിച്ചു. നിങ്ങൾ അതിലൂടെ പോകണം, നിങ്ങൾ കുറച്ച് ആൾക്കാർ മക്കത്തേക്ക് ഇതിലൂടെ പോകണം, നിങ്ങൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഗേറ്റുംപടിയിലേക്ക് മുക്കത്തുനിന്ന് വരണമെങ്കിൽ ഇങ്ങനെ വരാം, ഈ ചെറിയ റോഡിന്. ഇതൊന്ന് അഗസ്ത്യമൊഴിയിൽ നേരെ ഇങ്ങോട്ട് എത്തുന്ന റോഡാണ്. മുക്കത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയിട്ട് മുരിങ്ങമ്പുറായി പോയിട്ട് ചുറ്റിക്കറങ്ങി വന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് മുക്കിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരാം. ഇനി തിരുവമ്പാടിന്ന് ഇങ്ങോട്ട് വരാം. അങ്ങനെ പല വഴിയുണ്ട്. അതുപോലെ മക്കത്തേക്ക് പല വഴിയുമുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ കുറച്ചാൾക്കാരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, ഹന്തമ എന്ന് പറയുന്ന കുന്നിന്റെ മുകളിലൂടെയുള്ള വഴി കൂടി നിങ്ങൾ അങ്ങോട്ട് പോകണം. ആരെയാ വിളിച്ചത്? റസൂലുള്ളാഹി ആരോടാ ആ വഴിക്ക് പോകാൻ പറഞ്ഞത്? ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട്. ആരോട്? മാഷാ അല്ലാഹ്. അങ്ങനെ അങ്ങോട്ട് പറയൂ. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ കുറച്ച് സ്വഹാബത്ത് ഖന്തമക്കുന്നിന്റെ ഭാഗത്തൂടെ അങ്ങോട്ട് കടക്കുമ്പോ കഅബാലയത്തിന്റെ ഇപ്പുറത്ത് കഅബാലയത്തിന്റെ വടക്കു ഭാഗത്താണ് ഖന്തമക്കുന്നുള്ളത്. മസ്ജിദുൽ ഹറാമിന്റെ വടക്കു ഭാഗത്താണ് ഖന്തമക്കുന്നുള്ളത്. ഖന്തമക്കുന്നിന്റെ ആ ഭാഗത്തൂടെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുറച്ച് ചെറുപ്പക്കാരായ മുശ്രിക്കീങ്ങൾ എതിർക്കാൻ വന്നു. ഒരൊറ്റ ആളെയും എതിർക്കരുത് എന്നാണ് റസൂലുള്ളാഹിയുടെ ഓർഡർ. പക്ഷെ ഖാലിദിനെ കൊള്ളെ ശത്രുക്കളായ കുറച്ച് മുശ്രിക്കുകൾ എതിർക്കാൻ വന്നപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു, മാറി നിൽക്കണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം വന്നതാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരാരാന്നറിയോ? മുശ്രിക്കീങ്ങളെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരാരാന്നറിയോ? അബൂജാഹിലിന്റെ മോനായ ഇക്രിമത്താണ്.
അബൂ സുഫിയാന്റെ കുടുംബക്കാരാണ്. അങ്ങനെയുള്ള മുശ്രിക്കുകൾ പറഞ്ഞു മാറിക്കൂല, നിങ്ങൾ അങ്ങനെ പറഞ്ഞാ മാറിക്കാ, ഞങ്ങളാരാ, നിങ്ങളെ അതൊക്കെ നിങ്ങളെ കെട്ടിയലോട് പറഞ്ഞോളി, ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് മക്കത്തേക്ക് കടക്കാൻ സമ്മതിക്കൂല. അബൂജാഹിലിന്റെ മോൻ പറഞ്ഞു, ഇക്രിമത്ത് എന്ന അദ്ദേഹത്തിന്റെ പേര്. അബൂജാഹിലിന്റെ മോൻ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ ആൾക്കാർ അങ്ങനെ സുഖായിട്ട് അങ്ങോട്ട് മക്കത്തേക്ക് കടന്നാല് അങ്ങനെ കടക്കാതല്ല, പൂജയൊന്നും വേണ്ട, നൊയിരോടെ നിൽക്കും കാലം അത് നടക്കൂടാതെ, നടക്കൂല, സമ്മതിക്കൂല എന്ന് പറഞ്ഞു അബൂജാഹിലിന്റെ മോന്. എന്നാ നമുക്കൊന്ന് കാണാം. അങ്ങനെ അതാ കൊയ്ത്ത് തുടങ്ങി, കളിയ മർദ്ദനത്തിനുമൊരുങ്ങി, ഖഡ്ഗം വീശവ ചൊടു ചൊടു തീപ്പൊരി ഭുവനമിൽ പൊങ്ങി. സ്വഹബുകൾ കഠിന കഠോരം പകയത് വീട്ടുവാൻ പടകൾ തുടങ്ങി, പടകൾ തുടങ്ങി. ഖാലിദ് കൊയ്ത്ത് തുടങ്ങി, കളിയ മർദ്ദനത്തിനുമൊരുങ്ങി, ഖഡ്ഗം വീശവ ചുടു ചൊടു തീപ്പൊരി ഭുവനമിൽ പൊങ്ങി. സ്വഹബുകൾ കഠിന കഠോരം പകയത് വീട്ടുവാൻ പടകൾ തുടങ്ങി, പടകൾ തുടങ്ങി. KVM ബന്താവൂരുണ്ടാക്കിയ പാട്ടാണ്. അയാൾ മരിച്ചുപോയി, അല്ലാഹു അയാളെ കൂടെ നമ്മൾ ഈ സ്വർഗത്തിലാക്കി തെരുമാറാകട്ടെ. ഖാലിദ് റളിയല്ലാഹു അൻഹു വല്ലാതെ എതിർക്കാൻ നിന്നു. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, കുറഞ്ഞ ആൾക്കാരോട് മരണപ്പെട്ട് വീണ്, മുശ്രിക്കുകളിൽപ്പെട്ട 20-ൽ ചില്ലുവാനും ആൾക്കാര് അവിടെ കൊല്ലപ്പെട്ട് വീണ്. എവിടെ? ആ കഅബത്തിന്റെ ചാരത്ത് ഹന്തമക്കുന്നിന്റെ ഭാഗത്ത്. അപ്പോഴേക്കും അതാ ഹക്കീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഹക്കീം. ആ ഹക്കീം വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഖാലിദേ, ഒരൊറ്റ കുട്ടിനെ കൊല്ലാനും എതിർക്കാനും പാടില്ല, റസൂലുള്ളാഹിയുടെ കൽപ്പനയുണ്ട്. അതാ ഹക്കീം വന്നിട്ട് വിളിച്ചു പറയാണ്, അട്ടസമിട്ടു വിളിച്ചു പറഞ്ഞു, ഹക്കീമാഹോ മക്കികളെ, തിട്ടം മുഹമ്മദിൻ പട്ടാളത്തിനുമൈ കീഴടങ്ങാൻ അരുളേ. അട്ടസമിട്ടു വിളിച്ചു പറഞ്ഞു, ഹക്കീമാഹോ മക്കികളെ, തിട്ടം മുഹമ്മദിൻ പട്ടാളത്തിനുമൈ കീഴടങ്ങാൻ അരുളേ. 20-ന്റെ ചില്ലുവാനം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മക്കം റസൂലുള്ളാഹിയുടെ കീഴിൽ തന്നെ ആയി, അല്ലാഹുവിന്റെ റസൂലിന്റെ അധികാരത്തിലായി. അതാണ് ഖുർആൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിലുള്ളത് അതാണ്. മക്കം ഫത്ഹിനെ പറ്റി പറഞ്ഞാൽ റബ്ബ് തആല എനിക്ക് തന്ന ഇൽമു പ്രകാരം അതുമാത്രം ഞാൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ 3 മണിക്കൂർ പറയാനുള്ള ഇൽമു എന്റെ ഖൽബിൽ അൽഹംദുലില്ലാഹ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ കടന്നാൽ എന്റെ വിഷയത്തിലേക്ക് എത്തൂല്ല. ഖുർആൻ പറയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, മക്കം ഫത്ഹായി കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ വാക്യം എന്താ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. പിന്നെ വറഅയ്ത الناس يدخلون في دين الله, ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നാൽ അഫ്വാജൻ, കടക്കുന്നത് തങ്ങൾ കണ്ടാൽ എങ്ങനെ? അഫ്വാജൻ അഫ്വാജൻ, ഫൗജം ഫൗജ, സംഘം സംഘമായിട്ട്, സംഘം സംഘമായിട്ട് ആൾക്കാരിങ്ങനെ ദീനിലേക്ക് വരുന്നത് കണ്ടാൽ. അങ്ങനെ വന്നു. മക്കം ഫത്ഹോടുകൂടി ഓരോരുത്തരിങ്ങനെ വരില്ലേ, VVIPകൾ വരില്ലേ. എത്ര എത്ര ആൾക്കാരാ വന്നത്. കഅബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഉംബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅമൂലു. അതേ, ഇന്ന റസൂല ലസൈഫു യുസ്തദഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ആ വരി അങ്ങോട്ട് എത്തിയപ്പോഴാ റസൂലുള്ളാഹി പാട്ടുപാടിയ കഅബിനോട് വല്ലാത്തൊരു സ്നേഹം കൂടിയിട്ട് ഹബീബായ തങ്ങളെ മദ്ഹ് പാടിയ ഈ കവിക്ക്, ഈ സ്വഹാബിയായിരിക്കുന്ന കവിക്ക് റസൂലുള്ളാഹിയുടെ
തോളിലുണ്ടായിരുന്ന ഉത്തരീയം ഷാലെടുത്തിട്ട് സമ്മാനം കൊടുത്ത് കഅബിന് സമ്മാനം കൊടുത്തു. ആ കഅബിന്റെ ഖബർ എവിടെയാ? കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ എവിടെയാ? UAE-യിലാണ്, അൽ ഐനിലാണ്. അടുത്ത പോക്കിന് പോകണം, ചെറിയ പോകണം, എല്ലാരും പോകണം. അല്ലാഹുവേ, അൽ ഐൻ മോളിന്റെ അടുത്താണ് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. അല്ലാഹു തആല നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ, കുടുംബത്തിനെയും എത്തിക്കണേ റഹ്മാനേ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച പലരുണ്ട്. നേരത്തെ ഹസൻ സഖാഫി പറഞ്ഞു, ക്യാഷ് തന്ന സഹോദരൻ 5000 ആദ്യം തന്നു, പിന്നെ രണ്ടാമത് 5000 തന്നു. എല്ലാവർക്കും റബ്ബേ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ വലിയ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹ് പറയാണ്, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. എന്താണ്? അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആള് വന്നാൽ. അങ്ങനെ വന്നു. എന്നാ വന്നത്? എന്ത് സംഭവത്തോടു കൂടിയാ വന്നത്? മക്കം ഫത്ഹോടു കൂടി ആള് വന്നു. പിന്നെ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തിലേക്ക് എന്തിനാ അല്ലാഹു തആല അയച്ചത്? ദീനിനെ പഠിപ്പിക്കാൻ, എല്ലാവരെയും സ്വർഗത്തിലേക്ക് നയിക്കാൻ, ജനങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റാൻ. അതേ, റസൂലുള്ളാഹിയുടെ ദീൻ ഇവിടെ വ്യാപകമായി റസൂലുള്ളാഹിന്റെ ദീനിന്റെ ആധിപത്യം ഇവിടെ പുലർന്നു കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ ഹബീബായ തങ്ങളെ മബ്അസ് റസൂലുള്ളാഹിന്റെ നിയോഗത്തിന്റെ അതിന്റെ സിർറ് പൂർത്തിയായി. പിന്നെ റസൂലുള്ള ഇവിടെ വേണ്ട, റസൂലുള്ള ദുനിയാവിൽ വേണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ വഫാത്തിലേക്കുള്ള ഒന്നാമത്തെ സൂചനയാണ് എന്റെ മുമ്പിലുള്ളത്. സീറത്തു സയ്യിദുൽ ബശർ എന്ന കിതാബാണ്. 100ഓളം വരുന്ന കിതാബിൽ നിന്ന് നോട്ട് ചെയ്തുകൊണ്ടിറക്കിയ ഒരു കിതാബാണ്. അബ്ദുറഹ്മാൻ ബാവ അൽ മലൈബാരി തവ്വലല്ലാഹു ഉംറഹു മഅൽ അഫിയ. ആ മഹാനായ ഇമാം അവർകൾ പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ റസൂലുള്ളാഹിയുടെ വഫാത്തിനെ പറ്റി ഇറങ്ങിയ ഒന്നാമത്തെ ആയത്താണ് ഏത്? ഇത്. അതിന്റെ മുമ്പും ചില സൂചനകളുണ്ട്. പ്രധാനമായ പ്രകടമായ സൂചനയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു. മക്കം ഫത്ഹായി കഴിഞ്ഞാൽ, മക്കം ഫത്ഹായി കഴിഞ്ഞു. ഫത്ഹ് മക്ക നാളിസ്ലാമാകിടൈ റളിയല്ലാഹു അൻഹും സദദമേ പലമേ ഇൻജഹിൻ നസിഹത്ത് ശിയ ഇക്രിമത്ത് ഇബ്ന ബിജഹൽ പലമേ ഇൻജഹിൻ നസിഹത്ത് ശിയ ഇക്രിമത്ത് ഇബ്ന ബിജഹൽ ഫത്ഹ് മക്ക നാളിസ്ലാമാകിടൈ റളിയല്ലാഹു അൻഹും സദദമേ ബിലമദറബ് അഹ്മദ് അർകരം മുഅ്ജിസാത്തുടെ ഫളീനാൽ. മോയിൻകുട്ടി വൈദ്യര ബദർ പടപ്പാട്ടിന്റെ ഇടയ്ക്ക് ഫത്ഹ് മക്കയെ പറ്റി പറയുകയാണ്. ബിലമദറബ് അഹ്മദ് അർകരം മുഅ്ജിസാത്തുടെ ഫളീനാൽ ബിരുദർ ദുൽ ഹയ അവർ ഖിലാഫത്തിൽ മുഅദും ആഖിറൻ പുകിന്ദായി. എന്താ പറഞ്ഞ മനസ്സിലായോ? പലമ ഇൻജയിൻ നസീഹത്തെ ശിയ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. അബൂജഹലിന്റെ മോനായ ഇക്രിമത്ത്. ഇക്രിമത്തിനും സത്യം ബോധ്യപ്പെട്ടു. ഇക്രിമത്ത് ഇസ്ലാമിലേക്ക് വന്നു അല്ലേ? ബഹുമാനപ്പെട്ട ഇക്രിമത്ത് അബൂജഹലിന്റെ പൊന്നുമോൻ ദീനിലേക്ക് വന്നു. സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ചൊല്ലി സ്വഹാബത്തിന്റെ പേര് വെക്കുമ്പോ റളിയല്ലാഹു ചൊല്ലി. സയ്യിദുനാ ഇക്രിമ. എന്തെങ്കിലും ഒരു ഉഷാറില്ലാത്ത നമ്മള് സുന്നികളാണ്. സുന്നികൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഉസ്താദുമാര് ഖാലല്ലാഹു അസ്സ വജൽ പറഞ്ഞാൽ കണ്ട് മുഴങ്ങും. എന്ത്? സുബ്ഹാനഹു വ തആല. പിന്നെ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഒരു ദിക്റാണ്, അതൊന്നും ബർക്കത്തിന് വേണ്ടി പറയും. സുബ്ഹാനഹു വ തആല. കുറച്ചിനടുത്തേക്ക് വെക്കി, മേശ കുറച്ചടുത്തേക്ക് വെച്ചു. ലാ ഇലാഹ ഇല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു 1.5 മേശയുണ്ടല്ലേ, കുറച്ച് വെയിറ്റും ഹൈറ്റും ഉസ്താദിന്റെ മൈ തന്നെയുള്ള ഒരു മേശയാണ്. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞ ആചാര്യ?
നമ്മൾ പറഞ്ഞത് ഫത്ഹ് മക്ക. മക്കം ഫത്ഹായി, അബൂജഹലിന്റെ മോന് വരെ ഇസ്ലാമായി. അത് റസൂലുള്ളാഹിയുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്. ഇതാ ഇതൊരു പാട്ടാണ്. ഞാനിങ്ങനെ എനിക്ക് ഈ പാട്ടൊന്നും അറിയില്ല, ഇയാളിനെ വിളിച്ചാണ്ട് പാടി പറയണം. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റി ഏത് പാട്ടാണുള്ളത് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അഷ്റഫ് സഖാഫി പുന്നത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വഫാത്തുർ റസൂൽ എന്ന പേരിലൊന്ന് വാങ്ങാൻ കിട്ടും. അടാ വഫാത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ പാട്ടിൽ നബി തങ്ങളുടെ അവസാനത്തെ ഉപദേശം, അതിനെപ്പറ്റിയ ചർച്ച, അവസാനത്തെ ഉപദേശത്തിനെ പറ്റി പറയുന്നുണ്ട്. കണ്ടോ? പിന്നെന്താ പറയണത്? അത് മുതൽ വഫാത്തായി ഖബറടക്കം ചെയ്യുന്നതിനിടയ്ക്ക് നടന്ന വ്യസനകരമായ പല സംഭവങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പാട്ട് തിരൂരങ്ങാടി KT മുഹമ്മദ് എന്ന ആളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കുറേ ദിവസമായിട്ട് എൻ്റെ വാപ്പ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ആശുപത്രി കൊണ്ടുവച്ചിക്കായിരുന്നു. എൻ്റെ വാപ്പ അഡ്മിറ്റായ ആശുപത്രിയിൽ കൊണ്ടുപോയി വെച്ചിക്കായിരുന്നു. പക്ഷെ ആശുപത്രി ചെന്നാൽ ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം വാപ്പാക്ക് ഇങ്ങനെ വേദന വരും. വേദന വരുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം. നെഞ്ഞിൽ വേദന, അപ്പോഴേക്കും വലത്തെ കയ്യിൽ വേദന, അപ്പോഴേക്കും നടുപ്പുറത്ത് വേദന. രാത്രി തീരെ ഉറക്കില്ല, ഉറക്കം തീരെ. ഇന്നലെയും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയത് 1.5 മണിക്കൂർ മാത്രമാണ്. കാരണം വാപ്പ അങ്ങനെ കരയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല. അല്ലാഹുവേ, അതുകൊണ്ട് നോക്കാൻ പറ്റിയിട്ടില്ല. റസൂലുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനേ. അല്ലെങ്കിൽ രാത്രിയിൽ വാപ്പാക്ക് ഇങ്ങനെ അറിയാതെ കുറച്ചു ദിവസം മുമ്പുള്ള പ്രശ്നം അതായിരുന്നു. അറിയാതെ ഇങ്ങനെ മൂത്രം പോകും. നേരം വെളുക്കുമ്പോഴേക്കും ഒന്നായിട്ട് ബെഡും തുണിയും ഒന്നായിട്ട് മൂത്രത്തിൽ കുളിച്ചിട്ടുണ്ടാവും. എനിക്ക് ആഫിയത്ത് കുറവായതുകൊണ്ട് അതിനേക്കാൾ എൻ്റെ അനുജന്മാരാണ് നോക്കലും ശുശ്രൂഷിക്കലും കഴുകലും വെടുപ്പാക്കലൊക്കെ. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത്, നമ്മൾ അനുജന്മാർക്ക്, ജ്യേഷ്ഠന്മാർക്ക്, ഉടപ്പറപ്പുകൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് നിന്റെ ത്വാഅത്തിലായി എൻ്റെ വാപ്പ ഉമ്മമാരുൾപ്പെടെയുള്ളവർക്കും ഒക്കെ നൽകണേ റഹ്മാനേ. കണ്ടോ, ഓരോരോ കിനാവ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനോട് മുന്നോടിയായി പല പല കിനാബുകളും കാണാൻ തുടങ്ങി സ്വഹാബത്ത് പലരും. കണ്ടങ്ങള് ആദിപെരിയ പുരാന സ്തുതിത്തേ ആയതിൽ പിന്നെ കവിതൈ തുടർത്തേ മേദി മോദോവായ പക്ക മക്കാവിൽ മുർസൽ നബിയാരെ പെറ്റാമിനബി എന്ന് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് കണ്ടോ ഓരോരോ മഹാന്മാരായ സ്വഹാബത്ത്, ഓരോരോ മഹാന്മാരായ സ്വഹാബത്തും കണ്ടതായ കിനാബുകളെ പറ്റി പറയുകയാണ്. എന്താ പറയുന്നത്? അടുത്തേ സമയത്തിലെ മദീനക്കാരാ അൻസാറുകളിൽ സ്വീകരണവും ഏറാ അടവേ ജനങ്ങളും അണൈ ഹളറത്ത് അഹ്മദ് നബിയാരെ അനുകൂലിത്ത് ഉടവി മദീനത്തിൽ സനത്ത് 10 ഫർഹാൽ പേരുത്ത് ദീർ പ്രകാശിത്ത് ഇടയിൽ യമൻകാർകൾ വരൈ പേരഞ്ച് റസൂൽ ഹളറത്തിൽ അടുത്ത് കഞ്ചി അടുത്ത സമയത്തിൽ മദീനക്കാര അൻസാറുകളിൽ സ്വീകരണവും ഏറ അടവ് ജനങ്ങളും അണൈ ഹളറത്ത് അഹ്മദ് നബിയാരെ അനുകൂലിത്ത്. എന്താ പറഞ്ഞെങ്കിൽ വല്ലതും മനസ്സിലായോ? ഇത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ പാട്ട് മനസ്സിലാക്കണം. ഇങ്ങനത്തെ പാട്ടിലൂടെയാണ് സുന്നത്ത് ജമാഅത്തോടെ നിലനിന്നത്. ഇങ്ങനത്തെ പാട്ടുകൾ, മാലപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകളിലൂടെയാണ് സുന്നത്ത് ജമാഅത്ത് നിലനിന്നത്. കടകള് എന്താ പറഞ്ഞ? അടവേ ജനങ്ങളും മണൈ ഹദറത്ത് അടുത്തേ സമയത്തിൽ മദീനക്കാരാ അൻസാറുകളിൽ സ്വീകരണവും ഏറാ. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തിൽ എന്നപ്പോ മദീനക്കാർ റസൂലുള്ളാഹിനെ വല്ലാതെ സ്വീകരിച്ചു. 2 നാക്ക് ഉറക്കം വരുന്നുണ്ട്. നിങ്ങളൊന്ന് എല്ലാവരും എണീച്ചെന്നാണ്. അങ്ങനെ എല്ലാവരും എണീച്ചിക്ക്, എല്ലാവരും എണീച്ചിക്ക്, എല്ലാവരും എണീച്ചിക്ക്. കുറച്ചാൾക്കാർക്ക് മുട്ടുവേദന ഒക്കെ ഉണ്ട്, എന്നാലും വേണ്ടിയില്ല. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ. ഒരു സ്വലാത്തല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നുകൂടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. നമ്മളെ കാരമൂല സെക്ടറിന്റെ പരിപാടി ആയതുകൊണ്ട് കാരമൂലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവരെ പേരെല്ലാം കൂടി ഞാൻ പറയണില്ല, കാരണം പിന്നെ കാരമൂല മാലപ്പാട്ടായി മാറും. കാരമൂല പാടിപ്പാടലല്ലാത്തതുകൊണ്ട്, കാരമൂലപ്പാട്ട് പാടിപ്പാടലല്ലാത്തതുകൊണ്ട് അത് പറയണില്ല. ആ നാട്ടിലും അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ ആ നാട്ടുകാരുടെ ഭക്ഷണം കുറച്ച് കഴിച്ചതാണ്. ഇവിടുത്തെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇവിടെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ടല്ലോ. അല്ലാഹു തആല എല്ലാ നാട്ടിലും ബർക്കത്ത് നൽകണേ റഹ്മത്ത്. അടവേ ജനങ്ങളും ബരൈ അണൈ ഹദറത്ത് ജനങ്ങളൊക്കെ വന്ന് റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അപ്പോഴാണ് 5 ആൾ അവിടുന്ന് വരുന്നുണ്ടല്ലോ, അങ്ങേ തലക്കന്ന്. അതാ ആ തെക്ക് ഭാഗത്തുനിന്ന്, തെക്ക് കിഴക്ക് ഭാഗം എവിടെ, അത് അവിടുന്നാണല്ലോ വരുന്നത്. 5 ആള് അല്ലേ? 5 ആളല്ലേ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത്. മക്കത്തിന്റെ തെക്ക് കിഴക്ക്, ഗേറ്റിമ്പടിന്റെ തെക്ക് കിഴക്കല്ല, മക്ക രാജ്യത്തിന്റെ തെക്ക് കിഴക്ക്. അതിപ്പോ എവിടെ വരെ കിഴക്ക്, അതാണ് തെക്ക് എവിടെ, അത് തന്നെ. മക്ക രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുനിന്ന് 5 ആള് വരികയാണ്. എവിടേക്ക്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, മദീനത്തേക്ക്. അതാ പറയുന്നത്, ഇടയിൽ യമൻകാർകൾ ബരൈ പേരഞ്ച് റസൂൽ ഹളറത്തിൽ അടുത്ത് കഞ്ചി. അവിടുന്ന് 5 ആള് പറഞ്ഞ ഉറങ്ങുന്ന ആൾക്കാരെ ഉറക്കം പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ 5 ആള് യമൻകാര് വന്നു. യമൻ നാട്ടുകാര്, മക്കത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് യമൻ ഉള്ളത്. അതാണ് തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞത്. തെക്ക് കിഴക്കിൽ നിന്ന് 5 ആള് വന്നു. യമൻകാര് വന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞ? റസൂലുള്ളാഹിനോട് പറയാണ്, യാ നബിയല്ലാഹ്, ഇൽമ് പഠിപ്പിക്കാൻ എമ്മൈ നാട്ടുക്ക്, ഇവിടും എമ്മൈക്കൂടെ അയ്യപ്പിന്തിക്ക്, തലമിൽ അടവയും പകർച്ച രോഗം, സ്ഥിതികൾ ധൈര്യത്തപ്പോൾ റസൂലിൽ ശോകം. ആ 5 ആള് വന്നിട്ട് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ്, ഇൽമ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു തരണം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാളെയോ 2 ആള്, തങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ആള്. അള്ളാന്റെ ഖുർആനെ പറ്റി ഞങ്ങളുടെ നാട്ടിൽ വിവരം കുറവാണ്, ഞങ്ങൾ വിവരം കുറഞ്ഞ പാവങ്ങളാണ് റസൂലേ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാളെ അല്ലെങ്കിൽ 2 ആളെ, എത്ര ആളായാലും വേണ്ടില്ല, തങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ ആളെ അങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കണം. ഏത് നാട്ടിലേക്ക്? യമനിലേക്ക്. റസൂലുള്ളാഹി പറയാണ്, ഈമാനു യമാനിൻ, യഥാർത്ഥ ഈമാൻ യമനിൽ നിന്ന് വന്ന ഈമാനാണ്. ഈ തലേക്കെട്ടുണ്ടല്ലോ, ഉസ്താദുമാര് കെട്ടിയ തലേക്കെട്ട്, അത് യമനിൽ നിന്ന് വന്നതാണ്. ആ തലേക്കെട്ടിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിലേക്ക് എന്ന് വന്നതല്ല എന്ന് മനസ്സിലാക്കൊന്നും വേണ്ടട്ടോ. റസൂലുള്ളാഹി കെട്ടിക്കൊടുത്തതാണ്, അലിയാര് തങ്ങൾക്ക് കെട്ടിക്കൊടുത്തതാണ്. അത് പിന്നെ യമനികൾ അതൊരു വേഷമായി സ്വീകരിച്ചതാണ്. ഞാൻ യമനിൽ പോയിട്ടില്ലെങ്കിലും യമനികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, മദീനയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. യമനികൾ നമ്മളെ നാട്ടിൽ ആ യമനിൽ നിന്ന് വന്നതാണ്. പഴയ കള്ളിത്തുണി, ആ മൂട്ടിയ കള്ളിത്തുണി, മൂട്ടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സൈൻ ഉസ്താദ് മനസ്സിലായോ? ഉസ്താദന്മാർക്ക് മനസ്സിലാവും. ഏതായാലും ആ മൂട്ടിയ നടുവിൽ അടിച്ച കള്ളിത്തുണിയും അതെവിടുന്ന് വന്നതാണ്? യമനിൽ നിന്ന് വന്നതാണ്. യമനിൽ നിന്ന് വന്നതാണ്. ഹദ്ദാദ് റതീബ് യമനിലേക്ക് തലേക്കെട്ടി എവിടുന്ന് വന്നതാണ്? അത് മദീനയിൽ നിന്ന്, തിരുനബിയിൽ നിന്ന് വന്നതാണ്. ഖൈബറിലേക്ക് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പാട മോനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പറഞ്ഞേക്കുമ്പോ, ഖൈബറിലേക്ക് പറഞ്ഞേക്കുമ്പോ റസൂലുള്ളാഹി തലേക്കെട്ട് കെട്ടിക്കൊടുത്തതാണ്. തലേക്കെട്ട് കെട്ടിക്കൊടുത്തിട്ട് എന്താ ചെയ്ത്? ഫബസഖ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഫബസഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി, റസൂലുള്ളാഹിന്റെ ഉമിനീരെടുത്തിട്ട്, ബറക്കത്തുള്ള ഉമിനീരെടുത്തിട്ട് അലിയുടെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. കാരണം അലിയുടെ കണ്ണിന് സുഖമില്ല, ഭയങ്കര രോഗമാണ്, തുറക്കാൻ വയ്യ, വേദനയിച്ച് തുറക്കാൻ വയ്യ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കണ്ണിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ബറക്കത്താക്കപ്പെട്ട, ലോകത്തിലെ ഏറ്റവും ബറക്കത്താക്കപ്പെട്ട, ഏറ്റവും
സുഗന്ധമുള്ള ഉമിനീരെടുത്തിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അലിയെ, ശത്രുക്കളോട് പടപൊരുതിക്കോ. അതങ്ങട്ട് കണ്ണിൽ തട്ടിയതോടെ പിന്നെ അലിയിന്റെ കണ്ണിനും മരണം വരെ 2 കണ്ണിനും ഒരു രോഗവുമില്ല എന്നു മാത്രമല്ല കണ്ണിന്റെ കാഴ്ച കൂടിപ്പോയി. അതാണ് ഖൈബർ പടപ്പാട്ടിൽ പറയുന്നത്. അത് നാൾ അലിയിൽ അലമാറമദ മറന്നാൽ മികവിൽ ബദറൈ പിളർത്ത നബിയാർ മിളിയിൽ ബലിമകൂട കൊൽക്കരമാൽ മസ്ഹിൽ. അത് നാൾ സൗജു സുഹറ അലിയിൽ അലമാൽ, ബഹുമാനപ്പെട്ട സുഹറ ഫാത്തിമത്തു സുഹറ ബീവിന്റെ ഭർത്താവായിരിക്കുന്ന അലിയിന്റെ കണ്ണില് ഭയങ്കര അലമാണ്. അലം എന്ന് പറഞ്ഞ വേദന, ഭയങ്കര ചെങ്കണ്ണ. അത് നാൾ സുഹറ അലിയിൽ അലമാറമദ മറദാൽ മിളിയിൽ ബദറൈ പിളർത്ത നബിയാർ മിളിയിൽ ബലിമകൂട കൊൽക്കരമാൽ മസ്ഹിൽ. നിതമപ്പള്ളിയര കണ്ണിനിൽ ദണ്ണമ വിട്ടതിൽ കാഴ്ച മികത്തിടവേ നിറവിക്കഥ കൊണ്ടിരുബൈത്തത ഹംസിയ തുറ്റവരു തുതിത്തിടവേ. നിതമപ്പളലിയര കണ്ണിനിൽ ദണ്ണമ വിട്ടതിൽ കാഴ്ച മികത്തിടവേ നിറവിക്കഥ കൊണ്ടിരുബൈത്തതഹം സിയതുറ്റവരുറ്റി തുതിത്തിടവേ. അതിനാൾ വഅലിയുമെ വല്ലിമ മറ്റുമെ അർത്ഥമലിയിൽ തുപ്പിടവേ. ആര തിരുനൈനാർ തിരുരീഖാൽ. റീഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉമിനീര്. തിരുരീഖ് ബറക്കത്താക്കപ്പെട്ട ഉമിനീര്, റസൂലുള്ളാഹിന്റെ ഉമിനീര്. ആര തിരുനൈനാർ തിരുരീഖാൽ തരൈ തടകലിനാൽ. ആര തിരുനൈനാർ തിരുരീഖാൽ തരൈ തടകലിനാൽ പുലി അലിയാരിൽ അധികമീനായി. അതങ്ങട്ട് തടകിയതോടുകൂടി അലിയിന്റെ വല്ലാത്തൊരു കാഴ്ച ദൂരത്തുള്ളത് കാണാൻ പറ്റിയിരുന്നു എന്ന് അലിയാർ തങ്ങൾക്ക്. അതു മുതൽക്ക് ഈ ആകാശലോകത്തിൽ പരുന്തിങ്ങനെ വട്ടമിട്ട് പറക്കും. വളരെ താഴത്ത് വെള്ളത്തിലൂടെ ചെറിയ മീന് നീന്തുന്നത് ഈ കണ്ണിന്റെ ഈ പരുന്ത് ഉഖാബ് എന്ന പരുന്തിന്റെ ഒരു പേര്. പരുന്തിന്റെ കണ്ണിലേക്ക് കാഴ്ചയുണ്ട്. അതിനേക്കാളും വലിയ കണ്ണിനിക്ക് കാഴ്ച മൂർച്ചയാണ് അലിയിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ്. റസൂലുള്ളാഹിയുടെ ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് കിട്ടിയതാ. ആര തിരുനൈനാർ തിരുരീഖാൽ തരൈ തടകലിനാൽ. ആര തിരുനൈനാർ തിരുരീഖാൽ തരൈ തടകലിനാൽ പുലി അലിയാരിൽ അധികമീനാൽ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലിയാർക്ക് തലക്കെട്ടും കെട്ടിക്കൊടുത്ത് വിട്ടതാ. ഇതൊന്നും ലോക്കൽ കെട്ടല്ല. ഞാൻ ലോക്കലാണെങ്കിലും എന്റെ കെട്ട് റസൂലുള്ളാഹിയുടെ കെട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അലിയാരങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞിട്ടേ, ഓനെ പേടിക്കണ്ട. എന്നോട് പറഞ്ഞതല്ല, മുറഹിബിനോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞല്ല, അലിയാര് പറഞ്ഞതാ. എന്തേ പറഞ്ഞത്? അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ അകീലുക്കും ബിസ്സൈഫി കൈല സന്ദറ. എന്റെ ഉമ്മ എനിക്കിട്ട പേര് ഹൈദർ എന്നാണ്. അതുകൊണ്ട് എന്റെ ആ ബടായി കിബറ്, എന്റെ ആ കൊഞ്ചി കിബറ്, ദുശ്ചിന്തൊക്കെ മാറ്റി വെച്ചാടാ. അങ്ങനെതാ അലിയാര് ചെന്നു. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. പെട്ട മുറഹിബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ. ആരും പുകഴും
പുകഴും തങ്കമേ കെട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ കെട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ പെട്ട മുറഹിബ് തൻ വെട്ടിലന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. ദാത്തുൽ ഹിമാർ എന്ന് പറയുന്ന ചങ്ങാതിയുമായിട്ടാണ് ഹുനൈൻ യുദ്ധത്തിൽ അലിയാർ തങ്ങൾ പടപൊരുതിയത്. ഹുനൈൻ ഏത് ഹുനൈൻ പോരാം ഹുനൈനിൽ നിണ്ടാം എവിടേക്കാ മാണിക്കക്കല്ല് പോട് പഠിച്ചോനെ ഇരിക്കിങ്ങൾ മുക്കിന്ന് വന്ന മാണിക്കക്കല്ലല്ല നിങ്ങൾ. അള്ളാഹു താല മൂപ്പർക്ക് നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണ് ഞാൻ ആ ജാതി ടൈറ്റിൽ കൊടുക്കുക. അതുകൊണ്ട് പോകാൻ പാടില്ല. പോരാം ഹുനൈനിൽ നിണ്ടാം പൊലിവും ബമ്പുകൾ ബിണ്ടാം പോരാം ഹുനൈനിൽ നിണ്ടാം പൊലിവും ബമ്പുകൾ ബിണ്ടാം ചൂരതൻ ഹിമാറണ്ട ചൊടിയനെയും കൊണ്ട് നെടിയ ജയം കണ്ട് ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ ആരും പുകഴും തങ്കമേ. അല്ലാ നമ്മളെ ജഅഫർ വാഖി വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അവരെ കൂടെ സ്വർഗത്തിലെത്താൻ ഈ ജഅഫർ എന്നവർക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. അലിയാർ തങ്ങളെ സഹോദരനാണ് ആര്? അത് പഠിച്ചു. നിങ്ങൾ വന്നുകൊണ്ടപ്പോൾ പഠിച്ചേ. അലിയാർ തങ്ങളെ സ്വന്തം ഉടപ്പറപ്പ് ഒരുമ്മാന്റെയും ബാപ്പാന്റെയും മോനാണ് ആര്? അലിയാർ തങ്ങളെ സഹോദരനാണ് ആര്? ജഅഫർ റളിയല്ലാഹു അൻഹു. ജഅഫർ ഉസ്താദ് ഉണ്ടാക്കിയ പാട്ട്, ആ പാട്ടും കിതാബാണിത്. പടച്ചോനെ ഇനി ഒരുപാട് പാട്ടുണ്ടാക്കാൻ അള്ളാഹു മൂപ്പർക്ക് വലിയ ബറക്കത്തും റാഹത്തും തൗഫീഖും നൽകണേ റഹ്മാനെ. മൂപ്പര രോഗങ്ങളും നമ്മളെല്ലാവരുടെ രോഗങ്ങളും പടച്ചവനെ ശിഫയാക്കി തരണേ റഹ്മാനെ. ഖൽബിന്റെ ചിന്തകൾ നല്ല രീതിയിലാക്കണേ റബ്ബേ. ഹറാമിൽ നിന്നതും ഒഴിവാക്കണേ. ഖൈറായ ചൊല്ലി യാ റബ്ബി സ്വല്ലി അലൻ നബി. നിങ്ങൾ ആരും സഹകരിക്കണില്ലല്ലോ. അവളൊന്ന് സുന്യാളായിട്ട് ചെല്ലിക്കാണി. വഹാബിയാളെ സദസ്സിൽ പോയ മാതിരി ഉണ്ടാക്കാതെ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഫത്ഹാക്ക് റബ്ബേ നേരിടും ഞെരുക്കങ്ങളെ അതുപോലെ നീ സഹലാക്കണേ കാര്യങ്ങളെ യാ റബ്ബി. ഞാൻ കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്തുനിന്ന് സമ്മതം വാങ്ങിയിട്ട് ദർസിൽ കിതാബ് ഓതാൻ പോയവനാണ്. ഉസ്താദിന്റെ ത്വരീഖ്, ഉസ്താദിന്റെ ശൈഖായ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരത്തെ ത്വരീഖ് എന്താണെന്നറിയോ? ഉറക്കനെ ചെല്ലണം, മെല്ലെ ചെല്ലാൻ പറ്റൂലെന്നാ. ദിക്റൊക്കെ ഉറക്കനെ ചെല്ലണം. അല്ലാഹുവേ സ്വലാത്തുകളും ദിക്റുകളൊക്കെ ഉറക്കനെ ചെല്ലാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം റഹ്മാനേ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കൊണ്ട് ഖൈബർ ഫത്ഹായി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ യുദ്ധം ഒരു 1.5 യുദ്ധമാണ്. ആ അലിയാർക്ക് അള്ളാഹുവിന്റെ റസൂല് കെട്ടിക്കൊടുത്തതാണ് ഏത്? തലേക്കെട്ട്. ആ തലേക്കെട്ട് യമനികളെ വേഷമാണ്. യമനികളായ 5 ആള് വന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് പറയാൻ എന്താ പറഞ്ഞ? ഇൽമ് പഠിപ്പിക്കാൻ എമ്മൈ നാട്ടുക്ക് ഇവിടം നേമൈക്കൂടെ ആയപ്പിന്തിക്ക് തലമിൽ അടവയും പകർച്ച രോഗം സ്ഥിതികൾ ധൈര്യത്തപ്പോൾ റസൂലിൽ ശോകം. മാത്രമല്ല ആ നാട്ടുകാര് യമൻകാര് പറഞ്ഞു, തലമിൽ അടവയും പകർച്ച രോഗം. ഞങ്ങളെ നാട്ടിൽ രോഗമുണ്ട് നബിയെ, ഞങ്ങളെ നാടിന്റെ രോഗമൊന്ന്, അവിടുത്തെ എല്ലാവർക്കുള്ള ഈ പകർച്ചവ്യാധി ഒന്ന് മാറ്റാൻ തങ്ങളൊന്ന് ദുആർക്കണം
അയക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോ സ്ഥിതികൾ ധരിത്തപ്പോൾ റസൂലിൽ ശോകം, അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്ന് നബി തങ്ങൾ യമനിന് വേണ്ടി നല്ലോണം ദുആർന്ന്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ദുആ, കിതാബിലൊക്കെ ഉണ്ട് ആ ദുആ. നബി തങ്ങൾ യമൻ എന്ന നാട്ടിന് വേണ്ടി വല്ലാത്ത പ്രോത്സാഹനം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് എന്റെ ഉസ്താദായ കാന്തപുരം ഉസ്താദ് മർക്കസിൽ വെച്ച് സ്വഹീഹുൽ ബുഖാരിയുടെ സബക്കിൽ നല്ല പോലെ ആ വിഷയം ചർച്ച ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. സുഹൃത്തുക്കളെ, റസൂലുള്ള പറഞ്ഞ വാക്കാണ്. എന്താ വാക്ക് എന്നറിയോ? അൽ ഈമാനു യമാനിൻ, യഥാർത്ഥ ഈമാൻ യമനുമായി ബന്ധമുള്ളതാണ്. വൽ ഹിക്മത്തു യമാനിയ, യഥാർത്ഥ ഹിക്മത്ത് യമനാണ് അതിന്റെ പ്രഭവ കേന്ദ്രം. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. അവരാണ് വന്നത്, യമൻ നാട്ടുകാർ വന്നിട്ടാണ് പറയണത്, റസൂലേ ഞങ്ങളുടെ നാട്ടിൽ രോഗങ്ങളുണ്ട്, വല്ലാത്ത പകർച്ചവ്യാധികളുണ്ട്, തങ്ങളൊന്ന് ദുആർക്കണം. ഹബീബായ തങ്ങളെ ദുആന്റെ ഫലം കൊണ്ട് യമനിന്റെ രോഗം മാറിപ്പോയി. അതുമാത്രമല്ല, ഒരാളെ റസൂലുള്ള അങ്ങോട്ട് വിളിച്ചു. ആ ആളാരാണ്? മുആദ് റളിയല്ലാഹു അൻഹു. ഞങ്ങളെ നാട്ടിൽ ഒരാളെ പറഞ്ഞയച്ചു തരണമെന്ന് യമൻകാര് വന്നിട്ട് പറഞ്ഞപ്പോഴ് റസൂലുള്ള ഒരാളെ വിളിച്ചു. ആ ഒരാൾ ആരാണ്? മുആദ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിക്കുകയാണ്, മോനെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്താ അറിയോ? അലമുൽ ഹുദാ അന്വേഷണം സ്വഹാബിൽ അണവാൻ അന്യ അനുവാദം മഅദിൻ ഖൽബിൽ പലരെ നബി ചോദി പതിവിട്ടുമാ പോകാൻ അനുവദിക്കുമോ നിന്റുമ്മ? മോനെ, നിങ്ങൾക്ക് വരെ കൂടെ പോയിക്കൂടെ? അങ്ങോട്ട് യമനിലേക്ക് പോകാൻ അനുവദിക്കുമോ നിന്റെ ഉമ്മ? നിങ്ങളെ ഉമ്മ അനുവദിക്കുവോ? ഉമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. മോനെ മുആദേ, മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പൊരുത്തം, എന്ത് റസൂലുള്ള പറഞ്ഞാലും അള്ളാന്റെ റസൂലിനും പൊരുത്തം കിട്ടണമെങ്കിൽ റസൂലുള്ള പറഞ്ഞതുപോലെ ചെയ്യണ്ടേ. ഉമ്മാടെ അടുക്കൽ ചെല്ലുകയാണ്. ഉമ്മാനോട് പറയാണ്, യാ ഉമ്മ, റസൂലുള്ള എന്നോട് യമനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുആദും മനയിൽ ചെന്ന് അന്നേരിൽ വാർത്ത നൂരത്ത് ചൊന്ന് നേരെ പോരെ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നോട് യമനിലേക്ക് പോകാൻ, ഉമ്മാടെ സമ്മതമുണ്ടെങ്കിൽ പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉമ്മ അഭിപ്രായം? അല്ലാഹുവേ, നമ്മളെ ജഅഫർ വാഖവിന്റെ ഉമ്മ മരിച്ചുപോയി, പലരുടെയും ഉമ്മമാര് മരിച്ചുപോയി. മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുടെ കൂടെ ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ സ്വർഗം നൽകണേ റഹ്മാനെ. ചെപ്പി മറുപടി മകനെ നീയും ചൊൽപോൽ റസൂലോർക്ക് വഴങ്ങ് നീയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ കേട്ടോ മോനെ. ബഹുമാനപ്പെട്ട മുആദ് എന്നവര് പോകാൻ റെഡിയാവുകയാണ്. റെഡിയായി റാഹത്തോടുകൂടി അന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് അതാ ഒരു കിനാവ് കാണുന്നു. എന്താ കിനാവ് എന്നറിയുമോ? തപ്പേ വരാതീനെ നടത്താൻ ചേർന്നോ തിട്ടം എനിക്ക് സമ്മതമാം മോനെ. ചിപ്പം റസൂലുള്ള യമൻകാർ കൂടെ ഷറഫോർ മുആദിനെ അയച്ചും നാടേ. ഒരു കിനാവ് കണ്ടു. ആ കിനാവില് ബേജാറായിട്ട് എന്തോ ഒരു ബേജാറാകുന്ന കിനാവാണ്. ഹബീബായ തങ്ങളടുക്കൽ പിറ്റേന്ന് ചെന്നിട്ട് ചോദിച്ചു, റസൂലേ, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന കിനാവ് കണ്ടു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മോനെ നിങ്ങൾ യമൻക്ക് പോയിക്കോ, നിങ്ങൾക്ക് ഖൈറാൻ. പക്ഷേ ഹബീബായ തങ്ങള് പറയാണ്, മുആദിനോട് പറയാണ്, മോനെ ഈ കിനാവിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യമനിൽ നിന്ന് ഇനി നിങ്ങളെ നാട്ടിലേക്ക് മദീനത്തേക്ക് വരുമ്പോ
എൻ്റെ മുഖം കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. വല്ലാത്ത സങ്കടത്തിലായി സയ്യിദുനാ മുആദ് തങ്ങൾ. എന്ത് വേണം, ഞാൻ പോകണോ? ഹബീബായ തങ്ങൾ വഫാത്താകുമെന്നതിലേക്കാണ്, അതിലേക്ക് സൂചനയാണ് എൻ്റെ കിനാവി എന്ന്. ആ കിനാവിനെ വ്യാഖ്യാനിച്ചത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? പൊയ്ക്കോ മോനെ. മുആദിനോട് പറയുന്നു, പൊയ്ക്കോ, പുറപ്പെട്ടോളൂ മോനെ, അതിൽ നിങ്ങൾക്ക് എൻ്റെ പൊരുത്തമുണ്ട് മോനെ, നിങ്ങളെ വിഷമിക്കണ്ട മോനെ. സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ എന്നാണ് അവരെ പേര്. ജബൽ എന്ന ബാപ്പാന്റെ മകൻ മുആദ്, അവരെ ബാപ്പാടെ പേര് ജബലാണ്. സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിലേക്ക് പോവുകയാണ്. വല്ലാത്തൊരു ബറക്കത്തുള്ള പ്രബോധകൻ തന്നെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, SSFന്റെ മക്കളെ, SYSന്റെ മക്കളെ, നമ്മൾ നാട് വിട്ടു പോകണം. അതാണ് ഈ സന്ദേശം നൽകുന്നത്. നമ്മൾ പ്രബോധനം, എൻ്റെ നഫ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അന്യനാട്ടിലേക്ക് പോകണം. അതുകൊണ്ടല്ലേ മലപ്പുറം ജില്ലക്കാരൻ കോഴിക്കോട് ജില്ലയിൽ സേവനം ചെയ്യേണ്ടി വരുന്നത്. അതല്ലേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാഫിൽ മഖാമിലിദി അഖ്ലിം വദി അദബി മിൻ റാഹത്തിൻ ബദഇൽ ഔതാന വഗ്തരിബി. മാഫിൽ മഖാമി, ഒരു സ്ഥലത്ത് ഇങ്ങനെ മഖാമായി ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇല്ല. മാഫിൽ മഖാമി ലിദി അഖ്ലിം വദി അദബി, ബുദ്ധിയുള്ള ആൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഇല്ല. എന്തില്ല? മിൻ റാഹത്തിൻ, ഒരു റാഹത്തില്ല. അതുകൊണ്ട് ശാഫി ഇമാം തങ്ങൾ പറയുന്നു, വദഇൽ ഔതാൻ, നാട് വിട്ടോളൂ മോനെ, ഇൽമ പഠിക്കാൻ, ജോലിക്ക് പോകാൻ, ബിസിനസ് ചെയ്യാൻ. അതാ വഗ്തരിബി, നീ പ്രവാസിയായിക്കോളൂ മോനെ. ശാഫി ഇമാമിന്റെ ജീവിതം മുഴുവൻ പ്രവാസമാണ്. ശാഫി ഇമാമിന്റെ ജീവിതം മുഴുവനും പ്രവാസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ തങ്ങൾ യമനിലേക്ക് പോവുകയാണ്. ആ പാട്ട് പാടാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ചുരുക്കി പറയാ, ഹജ്ജിന് പോയി. അല്ലാഹുവിന്റെ റസൂല് ഹജ്ജിന് പോയി. ആ ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിൽ ഖുതുബയിൽ വെച്ച്, അറഫയിൽ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, പല വാക്കുകളുണ്ട്. അതിലൊരു വാക്കിൽ അല്ലീല അൽഖാകും ബഅദ അമീ ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ലഅല്ലീല അൽഖാകും, ഞാൻ നിങ്ങളെ കാണൂല, ഈ ദുനിയാവിൽ വെച്ച് കാണാൻ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. അതുമാത്രമല്ല, അന്ന് ഹജ്ജത്തുൽ വദാഇലാണ്. പാട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ വെച്ച് നോക്കിയതായതുകൊണ്ട് അതിന്റെ മുമ്പ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ വരികൾ അടിവരയിട്ടിട്ടില്ല. അത് കിതാബിലൊക്കെ ഉള്ളതാണ്. എന്ത് ഹജ്ജത്തുൽ വദാഇലാണ് ആ ആയത്തിറങ്ങിയത്. ഏതായത്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്നത്തെ ഈ ദിവസം, ഈ ഹജ്ജത്തുൽ വദാഇന്റെ അറഫാ ദിവസം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീനിന്റെ വിഷയം പൂർത്തിയായിരിക്കുന്നു. ദീനിൽ ഇനി ഒരു പോരായ്മയില്ല, ഒരു കുറവില്ല. ഈ ആയത്തങ്ങ് ഇറങ്ങുമ്പോ, ഹബീബായ തങ്ങള് ആയത്തങ്ങ് ഓതിക്കൊടുക്കുമ്പോ എല്ലാ സ്വഹാബത്തിനും നല്ല റാഹത്തായി, പെരുത്ത് സന്തോഷമായി. കാരണം അള്ളാഹുവിന്റെ ദീന് പൂർത്തിയായതാണല്ലോ, ദീനിൽ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. പക്ഷേ ഒരാള് കരയുന്നു. ഈ ആയത്തിറങ്ങിയപ്പോ എല്ലാവരും സന്തോഷിക്കുമ്പോ ഒരാള് കരയുന്നു. അതാരാണെന്നറിയുമോ? ഹബീബായ തങ്ങളോട് 100%, 1000%, 1,00,000% പിമ്പറ്റിയ മഹാനായ ഭാഗ്യമുള്ള സ്വഹാബി സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ എന്ന ഖോജാ. ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ, റസൂലുള്ളാഹി ആയത്ത് ഓതുമ്പോൾ എല്ലാ സ്വഹാബത്തും സന്തോഷിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയാണ്. ചോദിക്കുന്നു, എല്ലാവർക്കും അത്ഭുതം, എന്തിനാ കരയണത്? അള്ളാഹിന്റെ ദീന് പൂർത്തിയായതല്ലേ? സ്വഹാബത്തിനിക്ക് അത്ഭുതം, എന്തിനായി സിദ്ദീഖ് ഇങ്ങനെ കരയുന്നത്? സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, ഒരു സംഗതി പൂർത്തിയായാൽ പിന്നെ ആ പൂർത്തിയാക്കാൻ വേണ്ടി വന്ന റസൂൽ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അതുകൊണ്ട് അള്ളാന്റെ റസൂൽ വഫാത്താകുമെന്നതിലേക്ക് സൂചനയാണെന്ന് വേഗം മനസ്സിലായതാർക്കാണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ ഖുജാ. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് മാസത്തിലാണല്ലോ ഹജ്ജ് ഉണ്ടായത്. ഫത്ഹുൽ മുഈനിൽ ഹജ്ജിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മഖ്ദൂം തങ്ങൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ധാരാളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മദീനത്തേക്ക് ഹിജറ പോയതിനു ശേഷം ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. അത് ഹജ്ജത്തുൽ വദാ ആണ്. ആ ഹജ്ജ് കഴിഞ്ഞ് അടുത്ത മാസം മുഹറം മാസം കൊല്ലം മാറി. പിന്നത്തെ മാസം സഫർ മാസമാണ്. സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച നബി തങ്ങൾക്ക് പനി വരികയാണ്. സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച പനി വരുമ്പോ ഹബീബായ തങ്ങൾക്ക് പല ഭാര്യമാരുമുണ്ട്. അന്ന് മൈമൂന ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങൾ ഉള്ളത്. റസൂലുള്ളാഹി അനീതി ചെയ്യാറില്ല. ഒരു ഭാര്യന്റെ വീട്ടിൽ ഒരു ദിവസം, മറ്റേ ഭാര്യന്റെ വീട്ടിൽ ഒരു ദിവസം, ഒരു ഭാര്യന്റെ അടുക്കൽ 2 ദിവസം, മറ്റേ ഭാര്യന്റെ അടുക്കൽ ഒരു ദിവസം, അങ്ങനെ റസൂലുള്ളാഹിയുടെ പതിവിലില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട മൈമൂന ബീവിന്റെ വീട്ടിലാണ് അന്നുള്ളത്. ഹബീബായ തങ്ങൾക്ക് പനി കലശലായി വരികയാണ്. പനി കലശലായി വന്നപ്പോ നബി തങ്ങൾ പറയാണ്, ഇന്നേതാ ദിവസം, ഇന്ന് ഞാൻ മൈമൂന ബീവിന്റെ അടുക്കലേക്ക് പോകേണ്ട ദിവസമാണല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? ഇന്ന് ഞങ്ങൾ എല്ലാരും വിളിക്കാൻ പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ? സുമ്മ ലമ്മാ ദനാ റഹീലഹു, മഹാന്മാര് പറയുന്നു, വദ്അൽ അഹ്യാ വൽ അംവാത ലൈലതൻ ഫദഅത ലൈലത്തിൻ, ഒരു ദിവസം രാത്രിയിൽ സാറ അഹ്ലൽ ബഖീഇ, മദീനത്തുള്ള ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെന്നുകൊണ്ട് ഫസല്ലമ അലൈഹിം, അവർക്ക് സലാം പറഞ്ഞു. വദഅലഹും, അവരോട് ദുആയിരുന്നു. എല്ലാവരും ഈ ബക്കറ്റിൽ നല്ല ക്യാഷ് ഇട്ട് കൊടുക്കണം. നമ്മളെ കുട്ടികളെ പരിപാടിയാണ്. 10-35,000 രൂപ ചെലവുണ്ടാവും. 2 ലക്ഷത്തിന്റെ മുകളിൽ ചെലവാണ്. അല്ലാഹുവേ, വലിയ വിജയത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന മദീനത്തെ ഖബർസ്ഥാനിൽ സിയാറത്ത് ചെയ്തു. വബഅദ ദാലിക, അതിനുശേഷം സാറ ശുഹദാ ഉഹദിൻ, ശുഹദാക്കളെ സിയാറത്ത് ചെയ്തു. അവിടെ ആ ഹദീസ് പറഞ്ഞു തരുന്നത് ആരാണ്? സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇങ്ങോട്ട് നോക്കണേ, പൈസ എല്ലാവരും ഇടണം, പക്ഷെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഈ ഹദീസ് പറഞ്ഞു തരുന്ന സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ പറഞ്ഞത് മുതഅല്ലിമീങ്ങളെ ഇമാം നബവി തങ്ങൾ റിയാദുസ് സ്വാലിഹീനിൽ ഉദ്ധരിക്കുകയാണ്. എന്താ ഉദ്ധരിക്കണത് എന്നറിയോ? ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് എവിടെ ഉഹദ് ശുഹദാക്കളോടുള്ള സിയാറത്ത് അതെങ്ങനെയുണ്ട്? കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. വല്ലാത്തൊരു വാക്കാണ് ആ പറഞ്ഞ വാക്ക്. ഉഖബത്ത് ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബിയുടെ വാക്ക്. കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. മരണപ്പെട്ടവരോടും ജീവിച്ചിരിക്കുന്നവരോടും നബി തങ്ങളെ യാത്ര ചോദിക്കും പോലെ ഉള്ളൊരു സിയാറത്താണെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നിട്ട് ആ സിയാറത്ത് കഴിഞ്ഞിട്ട് അത് എന്നാണെന്നറിയോ? വദാലിക ബഅദ 8 സിനീന മിൻ മൗഖിഅത്തി ഉഹദ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് കൃത്യം 8 കൊല്ലമാകുമ്പോഴാണ് ആ സിയാറത്ത് ഉണ്ടായത്. റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ കൊല്ലത്തിലാണ് ആ സിയാറത്ത് ഉണ്ടായത്. എന്നിട്ട് സുമ്മ ത്വലഅൽ മിംബറ, ഉഖബത്ത് ഇബ്നു ആമിർ എന്ന സ്വഹാബി പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സിയാറത്തും കഴിഞ്ഞിട്ട് മദീനത്ത്, അതാ ഉഹദ് മല എന്ന് പറഞ്ഞ മദീനന്റെ വടക്ക് ഭാഗമാണ്. മദീന പള്ളിയിൽ നിന്ന് സുമാർ ഒരു 10-12 കിലോമീറ്റർ വടക്കോട്ട് അങ്ങോട്ട് ഉണ്ടാകും. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡിന്റെ പേര് ത്വരീഖുൽ മലിക് ഫഹദി എന്നാണ്, കിങ് ഫഹദ് റോഡ് എന്നാണ്. ഞാൻ പലവട്ടം അല്ലാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് പറയാണ്, പലവട്ടം ആ മദീനത്തെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഉഹദിന്റെ അടിവാരത്തിലേക്ക്. എത്ര വട്ടമെന്ന് എനിക്കറിയൂല.
കഴിയൂല. ആ മദീനത്ത് പോയി വന്ന് അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഉഹദ് മലയടിവാരത്തിലും ഒരു മലയാളി ഫാമിലി താമസിക്കുന്നുണ്ട്, കാസർകോട്ടുകാരൻ യൂസഫ് സഅദിയുടെ ഭാര്യ. അവരുടെ ഉണ്ടാക്കിയ ഭക്ഷണം ഉഹദ് മലയടിവാരത്തിൽ നിന്ന്, ഉഹദ് ശുഹദാക്കളെ മഖബറയുടെ ചാരത്തിൽ നിന്ന് 1.5 കൊല്ലത്തോളം ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ മുഴുവൻ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളെ ആലിമീങ്ങളാക്കിയാൽ എവിടെ പോയാലും ഭക്ഷണത്തിനും മുട്ടൂല, ഒന്നിനും ബുദ്ധിമുട്ടൂല. സുഹൃത്തുക്കളെ, ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് ശുഹദാക്കളെ ചെന്ന് സിയാറത്തും കഴിഞ്ഞിട്ട് സുമ്മത്വലഅൽ മിംബറ, ആ ഉഹദ് മലയടിവാരത്തിൽ നിന്ന് തെക്ക് ഭാഗത്തുള്ള പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് വന്നിട്ട് മിംബർ കയറിയിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. അതൊരു സൂചനയാണ്, വല്ലാത്ത സൂചനയാണ്. എന്താ പറഞ്ഞ വാക്ക്? ഇന്നി ബൈന ഐദീകും ഫറത്തുൻ വഅന അലൈക്കും ഷഹീദുൻ. നബി തങ്ങൾ പറയാണ്, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, ഞാൻ നിങ്ങളെ മുമ്പിലുള്ള അവസാനം വരെ വരാൻ പോകുന്ന ഉമ്മത്തിനോട് പറയാണ്, ഉമ്മത്തുകളോട് പറയാണ്, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫറത്താണ് ഞാൻ എന്ന് പറയുന്നു. ആര്? മുഹമ്മദ് മുസ്തഫ. ആകെ നമ്മക്കുള്ള സമാധാനം, നമ്മളെ കാര്യം പറയാൻ നേരത്തെ തന്നെ പോയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ചെല്ല് സ്വലാത്ത് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാ സ്വലാത്തില്ലത്? മുഹമ്മദ് മുസ്തഫ. ഫറത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മന്ത്രിന്റെ അടുക്കൽ നിന്നിട്ട് ഒരു ഒപ്പ് കിട്ടണം. എനിക്ക് മന്ത്രിയോട് പരിചയമുണ്ട്, ജഅഫർ ബാഖവിക്ക് ഒപ്പ് കിട്ടണം, അയാൾക്ക് മന്ത്രിയെ പരിചയമില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പോയിട്ട് അയാളെ ഓഫീസിൽ പോയിട്ട് ഒപ്പ് വാങ്ങും. ഞാനാണ് മുന്നിൽ പോകേണ്ടത്. ഞാനുമായിട്ടാണ് മന്ത്രിക്ക് നേരിൽ പരിചയമുള്ളത്. അയാളെ പരിചയപ്പെടുത്താനും അയാൾക്ക് ഒപ്പ് വാങ്ങിക്കൊടുക്കാനും ഞാൻ മുന്നിൽ പോവുകയാണ്. അങ്ങനെ മുന്നിൽ പോകുന്ന ആൾക്കാണ് അറബി ഭാഷയിൽ ഫറത്ത് എന്ന് പറയുക. ഫറത്തിന്റെ ഒരർത്ഥം അതാണ്, വേറെയും അർത്ഥങ്ങളുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പോവുകയാണ്, നിങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പോവാൻ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വ ഇന്ന മൗഇദകുമുൽ ഹൗദു വ ഇന്ന മൗഇദകുമുൽ ഹൗദു, എനിക്ക് റബ്ബ് തന്ന ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വെച്ച് നമുക്ക് കാണാം ഉമ്മത്തുകളെ. വഫാത്തിന്റെ മുന്നോടിയായിട്ട് മിമ്പർ മക്കേറിയിട്ട്, മദീനത്തെ പള്ളിന്റെ മിമ്പർ മക്കേറിയിട്ട് ഹബീബായ തങ്ങൾ ചെയ്ത അവസാനത്തെ ഖുതുബയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മിമ്പറിന്റെ മുകളിൽ വെച്ചിട്ട് അവസാനം ഞാൻ കണ്ട കാഴ്ച അതാണെന്ന് ആര് പറയുന്നു? ഉഖബത്ത് എന്ന സ്വഹാബി പറയുന്നു. എന്റെ ഉസ്താദ് അബൂ ഹനീഫ അൽ ഫൈസി ഉസ്താദ് റിയാദുസ് സ്വാലിഹീൻ ഓതി തന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സംഭവം റിയാദുസ് സ്വാലിഹീനിലുണ്ട്. ആ ഉസ്താദിന് ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പല സംഭവങ്ങൾ പറയാനുണ്ട്. കാലത്ത് ആയിഷ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളാണല്ലോ ആയിഷ ബീവി. ഒരു കാര്യം മനസ്സിലാക്കണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ആയിഷ ബീവി എന്ന കൊച്ചുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകാൻ കൊതിച്ച മോളാണ്. വയസ്സെത്ര എന്നുള്ളത് പ്രശ്നമല്ല. അന്നത്തെ കാലത്ത് വയസ്സ് കുറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിക്കൽ ഒരു പ്രശ്നമല്ല, ഇന്നും പ്രശ്നമല്ല. രാജസ്ഥാനിൽ പോയി നോക്കാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ രാജസ്ഥാനിൽ പോയിട്ടില്ല. ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയുണ്ട്, അകലങ്ങളിലെ ഇന്ത്യ. നോക്കുമ്പോ രാജസ്ഥാനാണ് ഒരു പ്രാവശ്യം. ഇപ്പോഴെല്ലാവരും 2 കൊല്ലം മുമ്പാണ്, 2-3 കൊല്ലം മുമ്പാണ്. എന്താ സംഭവം? അവിടെ എല്ലാ ആണുങ്ങളും 18-19 വയസ്സാകുമ്പോഴേക്ക് ആണുങ്ങൾ പെണ്ണ് കെട്ടി. 20 വയസ്സാകുന്ന ആണിന്, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ 20 വയസ്സാകുന്ന ആണിന് 2-3 മക്കളുണ്ടാവും. 14 പെൺകുട്ടികൾ 14-13 വയസ്സിന് കല്യാണം കഴിഞ്ഞിരിക്കൽ നിർബന്ധ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ വെറുതെ തന്നെ ബഹളം വെക്കണം. ഓരോ നാട്ടിലെ പതിവനുസരിച്ച് അവിടെ നടന്നോട്ടെ.
മനസ്സിലായോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മാത്രമല്ല, എല്ലാ സ്വഹാബികളും റസൂലുള്ളാഹിയുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകണം ആഗ്രഹിക്കാത്ത സ്വഹാബികളില്ല. ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങൾ അന്ന് ലോകത്തില്ല. അതിൽ സന്തോഷം മാത്രമാണ് അവർക്കൊക്കെ ഉണ്ടായത്. സുഹൃത്തുക്കളെ, ഈ ഗേറ്റുംപടിയിലെ പരിപാടി കേൾക്കാൻ വേണ്ടി വന്ന പെങ്ങളെ ആയിഷ ബീവി പറയാണ്, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത, വഫാത്തിന്റെ കൃത്യം 6 മാസം മുമ്പ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പൊന്നുമോളെ വിളിച്ചു, ഫാത്തിമ മോളെ വിളിച്ചിട്ട്, അതും റിയാദുസ് സ്വാലിഹീനിൽ എൻ്റെ ഉസ്താദ് എനിക്ക് ഓതി തന്നിട്ടുണ്ട്. ഇമാം നബവി തങ്ങളെ ബാബു ഹിഫ്ളുസ് സിർരി എന്ന കിതാബിലുണ്ട്. ബഹുമാനപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് ഫാത്തിമ ബീവിയോടൊരു സ്വകാര്യം ഫാത്തിമ ബീവിന്റെ വലത്തെ ചെവിയിലൊരു സ്വകാര്യം ബാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ആര് പറഞ്ഞു കൊടുക്കുകയാണ്? മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ കേട്ടപ്പോ അതാ ഫാത്തിമ ബീവി പൊട്ടി കരയാണ്. ആരാ പറഞ്ഞു തരുന്നത്? ആയിഷ ബീവി പറഞ്ഞു തരികയാണ്. ആയിഷ ബീവി പറഞ്ഞു തരികയാണ്, ബഹുമാനപ്പെട്ട മോള് ഫാത്തിമയോട് സ്വകാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതെന്താന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഭാര്യമാരുണ്ട്, ഞങ്ങൾക്കിതൊന്നും മനസ്സിലായില്ല. റസൂലുള്ളാഹി എന്താ സ്വകാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല, മനസ്സിലായില്ല. കേട്ടതോടുകൂടി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കരയുകയാണ്. ഹദീസിൽ പറയുന്നു, ഫാത്തിമ ബീവിന്റെ കരച്ചിൽ റസൂലുള്ളാഹി കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിനെ അരികിൽ വിളിച്ചിട്ട് അടുത്തേ ചെവിയിൽ വേറൊരു സ്വകാര്യം രണ്ടാമത് നിമിഷങ്ങൾക്ക് ശേഷം പറഞ്ഞു കൊടുത്തു. ആര്? മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി പോയി. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി എണീച്ചു പോയി. ആയിഷ ബീവി പറയാണ്, ഞാൻ ഫാത്തിമ മോളെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, റസൂലുള്ളാഹി എന്തേ സ്വകാര്യം പറഞ്ഞത്? അപ്പൊ ഫാത്തിമ ബീവി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞ സ്വകാര്യമായിട്ട് പറഞ്ഞതല്ലേ, നിങ്ങളൊക്കെ ഉണ്ടായപ്പോ സ്വകാര്യമായിട്ട് പറഞ്ഞതല്ലേ, അപ്പൊ നിങ്ങൾ കേൾക്കണ്ട എന്നുള്ള നിലയ്ക്കല്ലേ എന്നോട് സ്വകാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞ റസൂലുള്ളാഹിക്ക് ഒരു പക്ഷേ ഇഷ്ടമുണ്ടായി ഇരിക്കില്ലല്ലോ, ഇഷ്ടമുണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ആ സ്വകാര്യം ഞാൻ പരസ്യമാക്കാതിരിക്കലല്ലേ നല്ലത് ഉമ്മ. ആരെ ചോദ്യം? ഫാത്തിമ ബീവിന്റെ ചോദ്യം കണ്ടോ, എത്ര അതവോടുകൂടിയാണ് ഫാത്തിമ ബീവി ആയിഷ ബീവിനോട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് വരെ അത് ഇഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വകാര്യം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ പബ്ലിക്കിൽ ഉറക്കെ പറയാതിരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് പറയാതിരിക്കലല്ലേ നല്ലത്. അതല്ലേ നമുക്ക് എല്ലാവർക്കും റസൂലുള്ളാഹിയുടെ പൊരുത്തം കിട്ടാൻ നല്ലത്. അങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവിക്കും പ്രശ്നമൊന്നുമില്ല. ഞാനും നിങ്ങളൊക്കെ പറഞ്ഞ മാതിരിയാണെങ്കിൽ അതൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞാണെങ്കിലോ ഭയങ്കര പ്രശ്നമായി. കാരണം ആയിഷ ബീവിന്റെ മോളല്ല ആര്? ഫാത്തിമ ബീവി, ഖദീജ ബീവിന്റെ മോളാണ്. ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഇതാള് ആയിഷയാണ്. ഇതാരാ ആള് എന്നറിയോ? മിഷ്കാത്തിലൊരു ഹദീസുണ്ട്. ആയിഷ ബീവിനെ കെട്ടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. മിഷ്കാത്തിൽ ഹദീസുള്ളതാണ്. എന്റെ ഉസ്താദ് ബാപ്പു ഉസ്താദ്, പാണ്ടിക്കാട്ടുകാരൻ ബാപ്പു ഉസ്താദ് എനിക്ക് ഓതി തന്നതാണ് പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ നിന്ന്. എന്താണ് ഹദീസിലുള്ളത്? റസൂലുള്ളാഹിയുടെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട്, എപ്പോഴാ വന്നത്? ഖദീജ ബീവി വഫാത്തായ സങ്കടത്തിൽ റസൂലുള്ളാഹി ഇരിക്കുകയാണ്. ആറ്റൽ നബിയുടെ ഊറ്റം ഖദീജ ബിൻത് വഫാത്താലേ ഏറ്റമതേറ്റം കൂടിയിരിക്കും നേരമേ വഹിയുടെ ജിബ്രീലോടെ അവന്റെ ചൊൽപ്പടിയാലേ ഉദിട്ടമ്പോട് സന്തോഷിക്കും ഭാവമേ. പട്ടി പുതച്ചൊരു ഫോട്ടോ കൊടുത്തു, തിട്ടം കണ്ട് കൊതിച്ചോരെ. പട്ടി പുതച്ചൊരു ഫോട്ടോ കൊടുത്തു റസൂലുള്ളാഹിക്ക്. പട്ടിൽ പൊതിഞ്ഞൊരു ഫോട്ടോ ആര് കൊടുത്തു? ജിബ്രീൽ അലൈഹിസ്സലാം. പട്ടിൽ പൊതിഞ്ഞ മൂടി വെച്ച ഒരു ഫോട്ടോ, പട്ട് പുതച്ചൊരു ഫോട്ടോ കൊടുത്തു, തിട്ടം കണ്ട് കൊതിച്ചോരെ. മട്ടും പടിവാ സ്വർഗ കനിയുടെ വെട്ടം കണ്ണിലടിച്ചോരെ. പുഞ്ചിരിയൂറിയ നെഞ്ചക പൊളിയാൽ മിന്നി
തിളങ്ങി മുമ്പാകെ തഞ്ചമിൽ സൗജത്താക്കിടുവാൻ വിധി തന്നവനിൽ സ്തുതി ഒന്നാകെ നക്ഷത്ര തിരുമുഖപടിപൊത്ത രാജ സുന്ദരിയാളെ പുഷ്പിച്ചേകിയനിക്കാകും ചെയ്തോതിയേ. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചതിന്റെ ശേഷം റസൂലുള്ള പറയാണ്, ജിബ്രീൽ എനിക്കൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തന്ന്, ഇതാരാ നിങ്ങൾക്ക് അറിയോ റസൂലുള്ളാഹിയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു മുജേ മാലൂം നഹിയേ, എനിക്ക് അറിയില്ല ഹേന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള ഭാര്യയാകാൻ പോകുന്നവരാണ്, അതാ പരിശുദ്ധ ബീവി ആയിഷ ിന്റെ ഫോട്ടോ അല്ലാന്റെ റസൂലിലേക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത ഏതോ ഗരീബായ കിതാബിലൊന്നുമല്ല, ഇത് മിഷ്കാത്തിലുള്ളതാണ്. സഖാഫി ഉസ്താദേ, ഞാൻ അങ്ങനത്തെ വിചാരിക്കണ്ട, അത് വേറെയും പല കിതാബിലുണ്ട്. ഇമാം മുഹിബ്ബുത്തിബരി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കിതാബ് മനാഖിബുകൾ മാത്രം പറയുന്ന ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ ആ കിതാബ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ആ ആയിഷ ബീവി ഭയങ്കര കമ്പ്യൂട്ടറാട്ടോ. ആയിഷ ബീവിന്റെ തലച്ചോറ് പോലത്തെ ഒരു തലച്ചോറ് ആയിഷ ബീവിയുടെ ശേഷം ഒരൊറ്റ ആണിനും ഒരൊറ്റ പെണ്ണിനും ഒരൊറ്റ ഐസക് ന്യൂട്ടനും അല്ലാഹ് കൊടുത്തിട്ടില്ല. അത്ര ഭയങ്കര ബുദ്ധിയാണ് ആയിഷ ബീവിന്റെ ഒക്കെ ബുദ്ധി. മനസ്സിലായങ്ങള്? ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ മനസ്സിൽ ഇതുണ്ട്, ഒരു ഇൽമ് എന്തോ കിട്ടാൻ എനിക്ക് ബാക്കിയുണ്ടല്ലോ. യാ ആലിക്കുട്ടി ലാ തദ്ഹബ്. അപ്പൊ എന്തേ പറഞ്ഞത്? അലിസിംഹം ചെങ്കണ്ണൽ വല്ലാതെ നൊന്ത് വേദന തോന്നുന്നു വല്ലാതെ. മനസ്സിലായോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോന്ന് പറഞ്ഞു, അതിലൊരു പക്ഷേ ഇൽമ ഉണ്ടാവുമല്ലോ. ആ പറഞ്ഞതിൽ എന്തോ ഒരു വലിയ ഇൽമ ഉണ്ടാവുമല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ബേജാറാണ് ആർക്ക്? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക്. 6 മാസം കഴിഞ്ഞ് ഈ സംഭവങ്ങൾ ആ ഫാത്തിമ ബീവിനോട് ആദ്യ ഒരു സ്വകാര്യം വലത്തേ ചവിട്ടില്, രണ്ടാമതൊരു സ്വകാര്യം ഇടത്തേ ചവിട്ടില്. ആ സംഭവം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി. വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, കരച്ചിലോട് കരച്ചിൽ തന്നെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി വഫാത്തായി. എല്ലാം കഴിഞ്ഞതിന് ശേഷം, മറവൊക്കെ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട ആയിഷ ബീവി വന്നിട്ട് ഫാത്തിമ ബീവിയോട് വളരെ സ്നേഹത്തിൽ ചോദിക്കുകയാണ്, അന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല അവര് റസൂലുള്ള 2 സ്വകാര്യം പറഞ്ഞത്, ഇപ്പൊ പറയാൻ പറ്റുമോ? ഒരു ഇൽമായിരിക്കുമല്ലോ അത്, അതിനു വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു, അമ്മൽ ആന ഫനഅം, ഇപ്പോൾ ഞാൻ പറയാം ഉമ്മ. എന്താണെന്നറിയാം? ഒന്നാമത്തെ സ്വകാര്യം, അല്ലാഹുവിന്റെ റസൂൽ എന്റെ ചെവിയിൽ പറഞ്ഞ ഒന്നാമത്തെ സ്വകാര്യം അതെന്തായിരുന്നു? മോളെ ഫാത്തിമോ, 6 മാസത്തിന്റെ അപ്പുറം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കൂല. എന്റെ വഫാത്ത് മോളെ ഫാത്തിമോ, നിങ്ങളെ വഫാത്ത്, നിങ്ങളെ ബാപ്പാന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട്. ആ ഒരു സംഗതിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോഴാ എനിക്ക് സങ്കടം വന്നത്. പിന്നെ രണ്ടാമതൊരു സ്വകാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പുഞ്ചിരിച്ചല്ലോ മോളെ. ഫാത്തിമ മോളോട് ചോദിക്കുമ്പോ ഫാത്തിമ മോള് പറയാണ്, ഉമ്മ ആയിഷ ഉമ്മ, രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞ സ്വകാര്യം, എന്നെ സന്തോഷിപ്പിച്ച സ്വകാര്യം അത് മറ്റൊന്നുമല്ല. മോളെ ഫാത്തിമോ, ഞാൻ വഫാത്തായാൽ, വഫാത്തായതിന്റെ ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ കൊള്ള ആദ്യം ചേരുന്നത് എന്റെ മോള് ഫാത്തിമയാണ്. അതങ്ങോട്ട് പറഞ്ഞപ്പോ എനിക്ക് എന്റെ ബാപ്പാന്റെ കൂടെ സ്വർഗലോകത്തിൽ വേഗം സംഗമിക്കാമല്ലോ. ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ. പ്രിയപ്പെട്ടവരെ, സഫർ മാസത്തിന്റെ അവസാനത്തോടുകൂടി, അവസാനത്തെ ബുധനാഴ്ചയാണ് നബി തങ്ങൾക്ക് രോഗം വന്നത്. വല്ലാത്ത രോഗമാണ് വന്നത്, പനിയാണ് വന്നത്. ആ പനി വന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സമയത്തൊക്കെയും പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ വിളിക്കുന്നു. തങ്ങൾക്ക് വയ്യ, തങ്ങൾക്ക് ഇമാമത്ത് നിസ്കരിക്കാൻ വേണ്ടി വരാൻ വേണ്ടി വയ്യ.
അള്ളാന്റെ ഹബീബായ തങ്ങൾക്ക് വരാൻ വയ്യ. ആ സമയത്ത് റസൂലുള്ളാന്റെ വീട് എവിടെയാ? പള്ളിനോട് ചാരിയിട്ടുള്ള റൂമാണ്. ആ റൂമെന്ന് വാതിലിന്റെ വിരി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിവർത്തിയാൽ പിന്നെ പള്ളിയാണ്. ഹബീബായ തങ്ങൾക്ക് തൊട്ടടുത്തുള്ള റൂമിൽ നിന്ന്, അതാണ് റസൂലുള്ളാഹിയുടെ ചെറ്റക്കൂര, ആ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വയ്യാതായപ്പോ ഇച്ചാപ്പാന്റെ മോനുണ്ട്, റസൂലുള്ളാഹിയുടെ ഇച്ചാപ്പാന്റെ മോൻ. അതാര മോനാണ്? അബ്ബാസ് തങ്ങളെ മോനായ ഇച്ചാപ്പയായ അബ്ബാസ് തങ്ങളെ മകൻ ഫദ്ൽ റളിയല്ലാഹു അൻഹു. ഫദ്ൽ എന്നോരെ വിളിച്ചു. വേറൊരു മൂത്താപ്പാന്റെ മകൻ അലിയാർ തങ്ങളെ വിളിച്ചു. രണ്ടാളും കൂടി വയ്യാതായ തഅബാനായി പോയ റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കൈ ഫദ്ൽ എന്നവരുടെ തോളിലേക്ക് വെക്കുകയാണ്, ഇച്ചാപ്പാന്റെ മോന്റെ തോളിലേക്ക് വെക്കുകയാണ്. രണ്ടാമത്തെ കയ്യതാ മൂത്താപ്പാടെ മോനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അതാ സ്വഹാബത്ത് നിസ്കരിക്കുന്നു, ഈ റൂമിന്റെ അപ്പുറത്തേക്ക് എന്നൊന്ന് കൊണ്ടുപോകണം, റൂമിന്റെ അപ്പുറത്തേക്ക് എന്നൊന്ന് കൊണ്ടുപോകണം, അതായത് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് റസൂലുള്ളാഹി ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. അതിന്റെ മുമ്പേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വയ്യാ, ഇമാമത്ത് നിൽക്കാൻ വയ്യാ. മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, ജനങ്ങളോട് പറയൂ അബൂബക്കർ ഇമാമാകട്ടെ. ആയിഷ ബീബി ഇടപെട്ടിട്ട് പറഞ്ഞു, എന്റെ ബാപ്പാനെ കൊണ്ട് പറ്റൂല നബിയേ. ബാപ്പാനോട് വെറുപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല, എന്റെ ബാപ്പാനെ ഇമാമാകാൻ പറ്റൂല നബിയേ. എന്റെ ബാപ്പ നിസ്കരിക്കുമ്പോ തക്ബീർ കെട്ടുമ്പോഴേക്കും കരച്ചിലോട് കരച്ചിലാണ്, കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കരച്ചിലാണ്. അള്ളാനെ ഓർത്തിട്ട് ആഖിറത്തിനെ ഓർത്തിട്ട് ജഅലൽ ബുകാഉ ഫീ ഖദ്ദൈനി ഖത്തൈനി അസ്വദൈൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നല്ല വെളുത്ത നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ്. ആ സൗന്ദര്യമുള്ള രണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയ കാരണത്തിനാൽ 24 മണിക്കൂറും കണ്ണീരൊഴുകിയ കാരണത്തിനാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ണിലൂടെ അതാ കണ്ണീരൊഴുകിയ കാരണത്തിനാൽ 2 കറുത്ത വരകൾ വന്നിട്ടുണ്ട്. ആയിഷ ബീവി പറയാണ്, എന്റെ വാപ്പാനെ ഇമാമാകാൻ പറ്റൂല. അപ്പോഴും പറഞ്ഞു, പറ്റൂല, അബൂബക്കർ തന്നെ ആകട്ടെ, അബൂബക്കർ തന്നെ ഇമാമാകട്ടെ. എന്താ കാരണമെന്നറിയുമോ? ഹബീബായ തങ്ങൾ തന്റെ ശേഷം ആരാണ് നേതാവാകേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു തരികയാണ്. തന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് വഫാത്താകണം, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാകണം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ നിസ്കാരം ഇങ്ങനെ നടക്കുമ്പോ ആ നിസ്കാരം കാണാൻ വേണ്ടിയിട്ട്, സ്വഹാബത്തിനെ ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇച്ചാപ്പാന്റെ മോനായ ഫദ്ൽ എന്നോരെ തോളിൽ ഒരു കയ്യും വെച്ചിട്ട്, അലിയാർ തങ്ങളെ തോളിൽ മറ്റേ കയ്യും വെച്ചിട്ട് നടക്കാൻ വയ്യ. റസൂലുള്ളാഹിയുടെ കാല് ശരിക്കുറക്കുന്നില്ല. വേച്ച് കൊണ്ട് ഇങ്ങനെ മുന്നിക്ക് വരുമ്പോ ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ നോക്കി പുഞ്ചിരിച്ച കാഴ്ച അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പിന്നോട്ടടിക്കുകയാണ്. റസൂലുള്ളാഹി ഇമാമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് സങ്കടത്തോടു കൂടിയാണ് സിദ്ദീഖിന്റെ നിക്കാരം. കാരണം റസൂലുള്ളാഹിന്റെ പിന്നിൽ തുടരാൻ പറ്റുന്നില്ല എന്ന സങ്കടത്തോടു കൂടിയുള്ള നിക്കാരമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി വരുമ്പോ ഹബീബായ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വന്നത് കണ്ടിട്ട് സിദ്ദീഖ് എന്നൊരു പുറകോട്ടടിക്കുമ്പോഴും നബി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, നിസ്കാരം ആക്കിക്കോളൂ. ഞാൻ ചുരുക്കി പറയട്ടെ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി കഴിഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങൾ വഫാത്തായി. ദീർഘിച്ചു പറയാൻ സമയമില്ല, ടൈം കഴിഞ്ഞു പോയി. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സ്വഹീഹുൽ ബുഖാരിയിൽ ആ സംഭവമുണ്ട്. എല്ലാ കിതാബിലും ആ സംഭവമുണ്ട്. വഫാത്താകുമ്പോ അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇല്ല. പിന്നെ എവിടെ ഉള്ളത് എന്നറിയോ? അതുവരെ അവിടെ ഉണ്ടാവും. ചിലപ്പോ ആ സമയം എന്തോ മൂത്രമൊഴിക്കാൻ പോയതാകാം, അല്ലെങ്കിൽ എന്തോ ഒരു വെള്ളം കുടിക്കാൻ പോയതാകാം. മദീനത്തിലെ സുന്ന എന്ന് പറയുന്ന സ്ഥലത്തൊരു അൻസ്വാരിയത്തായ ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ചെറ്റക്കൂരയിൽ എന്തോ ഒരു വിശ്രമിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നിട്ട്, അപ്പോഴേക്കും പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ടുണ്ട്. വഫാത്തായ സമയത്ത് പ്രിയപ്പെട്ടവരെ,
വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട റസൂൽ വഫാത്തായപ്പോ ആരോ പറഞ്ഞതുകൊണ്ടായിരിക്കാം റസൂൽ വഫാത്തായി. അപ്പോഴേക്കും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വാളൂരി പിടിച്ചിട്ട് ആരടാ റസൂൽ വഫാത്തായി, എന്താണ് അങ്ങനെ പറയണത്? പറഞ്ഞോന്റെ ഓടലും തലയും കൂടി ബാൾ കൊണ്ട് ഞാൻ 2 കഷ്ണാക്കും. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതോ? എന്താ ഈ പറയണത്? എന്താ ഈ പറയുന്നത് നിങ്ങള്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് പറയാൻ, അത് വിശ്വസിക്കാൻ ഉമറിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കതങ്ങട്ട് വിശ്വാസം വരുന്നില്ല. വാളൂരി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു എല്ലാം കൂടി ആകെ ബേജാറിലായി. സ്വഹാബത്തൊക്കെ ആകെ ഹൈറാനിയത്തായി സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ശമാഇലിലുണ്ട് മുതഅല്ലിമീങ്ങളെ. ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ സംഭവിച്ചു. ഈ ഓട്ടം കണ്ടപ്പോ തന്നെ ഓടി വന്നപ്പോ തന്നെ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഇവിടെ എന്തോന്ന് സംഭവിച്ചിരിക്കണല്ലോ, എന്താ പ്രശ്നം? റസൂലുള്ളാഹി വഫാത്തായോ എന്നാ ചോദിച്ചത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദ്യം തന്നെ റസൂലുള്ളാഹി വഫാത്തായോന്ന്. ആ സ്വഹാബിക്ക് വഫാത്തായി എന്ന് പറയാൻ ധൈര്യമില്ല, തല പോകും. ആ സ്വഹാബി പറഞ്ഞു, എനിക്കറിയില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വാൾ ഊരിപ്പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി വഫാത്തായി ആയി എന്ന് പറഞ്ഞോന്റെ കഴുത്തിന് വെട്ടും എന്നും പറഞ്ഞിട്ട് വാൾ ഊരിപ്പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആര്? സ്വഹാബി. അപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്റെ സ്പീഡുള്ള കുതിരപ്പുറത്ത് കയറി. അപ്പൊ സ്പീഡുള്ള വാഹനം ആവശ്യത്തിന് വേണമെന്ന് മനസ്സിലായി. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ സയ്യിദുനാ സിദ്ദീഖ് സ്പീഡുള്ള കുതിരപ്പുറത്ത് പെട്ടെന്ന് കയറി സ്പീഡിൽ വന്ന് നേരെ കുതിരയെ അവിടെ ബ്രേക്ക് ഇട്ട് ഫലം യുകല്ലിമിന്നാസ, ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം സിദ്ദീഖിനറിയാം സംഭവിച്ചത് എന്താണെന്ന്. അവിടെ ചെന്ന് ഹബീബായ തങ്ങൾ കിടക്കുന്ന റൂം, അത് ആയിഷ ബീവിന്റെ റൂമാണ്. അതായത് ആയിഷ ബീവിക്ക് വേണ്ടി നബി തങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ചെറ്റക്കൂരയാണ്. അങ്ങോട്ട് കേറിയപ്പോ ഹബീബായ തങ്ങളെ മുഖത്ത് മൊത്തം മുഖം ഉൾപ്പെടെ മുണ്ട് ഇട്ടിട്ടുണ്ട്. ആ മുഖത്ത് നിന്ന് മുണ്ടങ്ങ് നീക്കിയിട്ട് സുമ്മ ഖബ്ബല വജ്ഹഹു, സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട നെറ്റിയിൽ ചുംബനം വെച്ച് കൊടുത്തിട്ട് ആരോടുമൊന്നും പറയാതെ റസൂലുള്ളാഹിയുടെ ആ ശറഫാക്കപ്പെട്ട മുഖത്ത് ചുംബനം വെച്ച് കൊടുത്തിട്ട് പിന്നെന്താ പറയുന്നത്? നബിയേ, വഫാത്തായ നബിയെ വിളിച്ചിട്ട് പറയാണ്, അമ്മൽ മൗതതു, തങ്ങൾക്കല്ല കണക്കാക്കിയ വഫാത്ത്, ഫഖദ് മുത്തഹ, തങ്ങളെ വഫാത്തായിട്ടുണ്ട് നബിയെ. വഫാത്തായ വിവരം കിട്ടിയ ഉടനെ തന്നെ, അത് ബോധ്യമായ ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുകയാണ്. അശ്ഹദു അന്നക യാ റസൂലല്ലാഹി ഖദ് ബല്ലഗ്തർ റിസാല വഅദ്ദൈതൽ അമാന വനസഹ്തൽ ഉമ്മ വകശഫ്തൽ ഗുമ്മ വജലൈതൽ ളുൽമ വജാഹദ്ത ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹത്താ അതാകൽ യഖീൻ. ജസാക്കല്ലാഹു അന്നാ യാ റസൂലല്ലാഹ് അഫ്ളല മാ ജസാ ബിഹി നബിയ്യൻ വറസൂലൻ അൻ ഉമ്മത്തിഹി. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ ആ മദ്ഹിനെ പറ്റി പല കിതാബിലും പല റിവായത്തുണ്ട്. ഓരോ വാചകത്തിനും നല്ല വിശദീകരണങ്ങൾ നൽകേണ്ടതാണ്, ടൈമില്ല. സിദ്ദീഖ് തങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ നബിയെ, ഞങ്ങൾ അവിടുന്ന് അള്ളാഹുവിലേക്ക് ചേർന്നതാണ്. ഞങ്ങളെ കാര്യം അവിടുന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമ്പോ ഞങ്ങളെ ശ്രദ്ധിക്കണേ റസൂലേ. അതൊക്കെ പറഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, സിദ്ദീഖ് തങ്ങളെ ഈ സംസാരം എല്ലാം കൂടി കേട്ടപ്പോ ഒരാൾ വന്നിട്ട് പറയാ, റസൂലുള്ളാഹി വഫാത്തായോ ആയോന്ന് സ്വകാര്യത്തിൽ ചോദിക്കാം, പബ്ലിക്കിൽ ചോദിക്കാൻ ധൈര്യമില്ല. സിദ്ദീഖ് എന്നോര് പറഞ്ഞു, നഅം, അതേ വഫാത്തായി. സങ്കടം തിളങ്ങി മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വാൾ ഊരി പിടിച്ചിട്ട് ഇങ്ങനെ ഗർജിക്കുകയാണ്. അപ്പന്തേ സിദ്ദീഖ് തങ്ങൾ ചെയ്തത് അറിയോ? സിദ്ദീഖ് തങ്ങൾ അതാ ഒരു ആയത്തോതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന
إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون إنك ميت തങ്ങൾ വഫാത്താകാനുള്ളതാണ് നബിയേ. റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ഖുർആനാണ്. ഉമർ ബിൻ ഖത്താബ് എത്രയോ ഓതിയ, ആയിരക്കണക്കിന് വട്ടം ഓതിയ ഖുർആന്റെ ആയത്താണ്. പക്ഷേ ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഹബീബായ തങ്ങളെ വേർപാടതങ്ങ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. സുദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ 1-2 ആയത്തോതുമ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇതങ്ങനെ കേൾക്കുകയാണ്. കേട്ടതോടുകൂടി ഉമർ ബിൻ ഖത്താബിന് മനസ്സിലായി നബി തങ്ങൾ വഫാത്തായത് തന്നെയാണെന്ന് ബോധ്യം വന്നപ്പോൾ ബോധം കെട്ട് വീണുപോയി. സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ആ ഹബീബായ തങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞിടത്തേക്കല്ലേ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനും നിങ്ങളും മൊബൈലിലേക്ക് നോക്കുന്നത്. പറയരുത് എന്ന് പറഞ്ഞതല്ലേ നമ്മൾ പറയുന്നത്, കേൾക്കരുത് എന്ന് പറഞ്ഞതല്ലേ കേൾക്കുന്നത്. ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ട് ഹബീബായ തങ്ങളെ വഫാത്തായത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉമർ ബിൻ ഖത്താബ് തങ്ങളും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാണ്. നമ്മളും റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയാണ്. ആ ഉമറിന്റെ കൈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിക്കണ്ടേ? അവിടുത്തെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കൈ പിടിക്കണ്ടേ? റസൂലുള്ളാഹിയുടെ ഇച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിക്കണ്ടേ? ആ ആളാപ്പാന്റെ ഇച്ചാപ്പാന്റെ മക്കളെ കൈ പിടിക്കണ്ടേ? നിർത്തുന്നു റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും ഒന്ന് എണീച്ച് നിൽക്കി. ആണുങ്ങളൊക്കെ, പെണ്ണുങ്ങളും അവിടെ നിന്നോളി. ഇങ്ങോട്ട് മുന്നിക്ക് വരി, ഇനി കസാല വേണ്ട, അടുത്തേക്ക് വരി. അല്ലാഹു കബൂൽ ചെയ്യണേ അല്ലാഹ്. വല്ലാതെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാം, അല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വരും. ദ്വാരക്കാനാണ്, കുറച്ച് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കണം. ഈ മുസ്തഫ സഖാഫി മുമ്പ് ഇവിടെ വന്നത് ആദ്യം ഈ ഏരിയയിൽ എന്നെ കൊണ്ടുവന്നയാള് നമ്മളെ ജഅഫർ ബാഖവിയാണ്. അയാളെ വാപ്പ മരിച്ചിട്ട് 10-40 കൊല്ലമായി. അയാളെ ഉമ്മ മരിച്ചിട്ട് ആഴ്ചകളായ ഖദീജ ഹജ്ജുമ്മ എന്നു പേരുള്ള ഉമ്മ മരിച്ചിട്ട് ആഴ്ചകളായി. അങ്ങനെ പലരും മരിച്ചുപോയി. അല്ലാഹുവേ, അവർക്കൊക്കെ സ്വർഗം നൽകണം റഹ്മാനേ.